നമ്മളിതാ സ്പിന്നിംഗ് ബോർഡ് ഓൾറെഡി സെറ്റ് ചെയ്യാണ്. ചലഞ്ചുകൾ തുടങ്ങാൻ പോവുകയാണ്. റാംബോ എടാ എല്ലാ ചലഞ്ചും ചെയ്യണം. എല്ലാം ചെയ്താൽ സത്യം മാസം 40 രൂപ കാണുന്നുണ്ടോ ജാസി എന്റെ ചാനൽ ഒന്ന് നമുക്കിത് കുറച്ചേരം ഇവിടെ വെക്കാം. അല്ല ഇത് നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഗൈസ് ഫുഡി ടെക്കി റാംബോ ഇഷ്ടമാണ് ബ്രോ. സേം മൈ നെയിം ഫുഡി ടെക്കി. ഓ ഫുഡി ടെക്കി താങ്ക് യു ഫുഡി ടെക്കി. അതാ ആരാ ബെല്ലടിച്ചിന്? ആരോ ഒരാൾ ബെല്ലടിച്ചിട്ടുണ്ട്. റാംബോ ബ്ലാക്ക് ഷർട്ട് ലുക്കാണ് ബ്രോ. താങ്ക് യു ബ്രദർ. റാംബോക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഡ്രസ് കോഡ് പിടിച്ചാ പോരെ? മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആയിട്ട്. ബ്ലാക്ക് നല്ല രസമുണ്ടാവും. ജിമ്മിന് എല്ലാവരും ഫാനല്ല. ഇതാണ് നമ്മുടെ സ്പിന്നിംഗ് ബോർഡ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ചലഞ്ച് 1 2 3 4 5 6 7 8 ചലഞ്ച് എഴുതിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ മൻസൂർക്ക നമ്മളെ കുറച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ടാണ് നമുക്ക് ഈ ചലഞ്ചിൽ ഓൾറെഡി ചെയ്ത് തന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സ്പിന്നിംഗ് ബോർഡിന്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്ത്, പക്ഷേ ചലഞ്ച് എന്തെല്ലാം ചലഞ്ചുകളാണ് എന്നുള്ളത് അവരാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ പിടിപാടില്ല. ഏകദേശം അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പേടി എന്താണെന്നറിയാം, ഈ റബ്ബർ ബാൻഡ് ചലഞ്ച് എന്നുള്ളൊരു സാധനം ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങത്താ അഖിലെടുത്തിട്ട് ഇങ്ങനെ വിടുക, ഇതാ ഇങ്ങനെ വെക്കുക, ഇതിന് വേക്കുന്ന വിടുക, വായിലൊരു പി വെക്കും. ഇതിനെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വരണോ? പി അഥവാ വായി ഊതി പോയി കഴിഞ്ഞാൽ പിന്നെയും വിടും. എപ്പാണോ പി ഊതാണ്ടിരിക്കുന്നത് അതുവരെ ഈ സാധനം അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഞാൻ സഹിച്ച് പിടിച്ച് എനിക്ക് അത് കഴിഞ്ഞാൽ എന്താവും, നീ അടുത്ത നിന്നിലേക്ക് കൈമാറും. അങ്ങനത്തെ ഒരു സംഭവം ഇത്. നിൽക്ക് പിന്നെതാ വേറെ പേടിയുള്ള ഒരു ചലഞ്ച്, ബാക്ക് ചലഞ്ച്. ഇത് ബ്രാൻഡൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് ഇന്നലെ എത്ര റുപ്യാന്നറിയാം. ഇതെല്ലാം പോയിട്ട് ആദ്യമായിട്ടാണ്. എടാ മോനെ റബ്ബർ ബാൻഡാ, കണ്ണുമലെന്ന് തോന്നാൻ മറ്റേ ഉണ്ടക്കണ്ണ് പോലെ മുളച്ചിട്ട് ഇങ്ങനെ വരും. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ അമ്പ് വിടാൻ വേണ്ടി. മോനെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് കൃഷ്ണനും രാമായണൊക്കെ ഓർമ്മ വരും. അതൊന്നും നീ ഇവിടെ എടുക്കാൻ നിൽക്കണ്ട. ഇത് നല്ല ഇതിൽ സാമ്രാജ്യത്തിൻ തലവൻ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പരിപാടികൾ വേറെ ഉണ്ടല്ലോ. രാവണ ഇതെന്താ സാധനം? എന്താ ഇത്? വേറെ സാധനം. വേനല്ല, ഇതുകൊണ്ട് അടിച്ച നല്ല വേനുണ്ട്. ഇതാ പിന്നെ വേറൊരു സാധനം. എങ്ങനെയുണ്ട്? എടാ നീ എന്തിനാ ഇതൊക്കെ എടുത്തോണ്ട് പറഞ്ഞ? ഞാനല്ല, ഇത് സെറ്റ് ചെയ്ത് തന്നതാണ്. ആര് സെറ്റ് ചെയ്ത് തന്നത്? ഞാൻ പറഞ്ഞ ഇത്ര വേനുള്ള സാധനങ്ങൾ വേണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇത് ഉണ്ടെങ്കിൽ ഇത് ഫണ്ണാവും എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ സാധനം എടുത്തുള്ളത്. ഇത് വാക്സിന്റെ ഒരു സാധനം. എന്തൊക്കെയാ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ പൊളിക്കാന്ന് പോലും സത്യം പറഞ്ഞ താങ്ക് യു ഗൈസ്. പിന്നെ ഇത് ഈ സംഭവം എങ്ങനെ പൊളിക്കാന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ചുമ്മാ അങ്ങ് ഒട്ടിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിന്റെ നമ്മൾ കുറെ വീഡിയോ എല്ലാം കണ്ടിട്ട് പെണ്ണ് സത്യം പറഞ്ഞത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതാ. ഈ സാധനം ഇതിന്റെ പശ പറിച്ചിട്ട് രോമുള്ള ഭാഗത്ത് വെക്കുക. പക്ഷെ നല്ല പെയിൻഫുൾ ആണ്. അവിടെ രോമുണ്ടോ? ഇല്ല. അല്ല നീ പഠിച്ചറിഞ്ഞില്ല. ഇല്ല അങ്ങനത്തെ രോമം, കുറ്റി രോമം വരൂല. ഇല്ല കുറച്ച് വലിയ രോമം കൈമേൽ വെച്ചാൽ മതി. അപ്പൊ ഇതിൽ ഏത് ബോർഡാ? എവിടെ ചെയ്യണമെന്ന് ചലഞ്ച് തുടങ്ങണം. ബാസി KL ബാസി ഇത് അണ്ടി എന്നൊക്കെ പറയണം. അങ്ങനെ ഒന്നും പറയല്ലേ മുത്ത. നീ എന്താ പറയണ? നിനക്ക് അറിഞ്ഞൂടെ വേദനയൊക്കെ? ഗൈസ് സ്റ്റാർട്ട് ചെയ്യണ. ഞാൻ വിചാരിച്ച എന്തെങ്കിലും പണിഷ്മെന്റ് രീതിയിൽ എന്തെങ്കിലും തുടങ്ങിയാലോ. നമ്മളിനിപ്പോ തെറി വിളിക്കാൻ തോന്നുന്നില്ല. തെറി വിളിച്ചാൽ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാന്നൊക്കെ ഓർമ്മപ്പെടുത്തല്ലേ. തെറി എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും. അപ്പൊ ഈ അടുത്ത് അത് വന്നിട്ട് പണിഷ്മെന്റിലേക്ക് പോകും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അകത്ത് കിടന്ന് തന്നെ ദഹിച്ചു പോയെന്ന് തോന്നുന്നു. സത്യം കുറെ നാളായില്ലേ തെറി വിളിക്കാൻ. നീ അത് സമ്മതിക്കൂല. ഇല്ല സത്യം പറയട്ടെ, കുറെ കാര്യങ്ങൾ നീ അതിന് എന്താ പറയാ താങ്ക്സ് പറയണം. കാരണം മൊത്തത്തില് നമ്മളെങ്കിലും നീ എന്നാ തെറി വിളിച്ച് നമ്മൾ കേട്ടിട്ടുള്ള. ഇവ അല്ലെങ്കിലും തെറിയൊന്നും വിളിച്ച് കേട്ടില്ല. എനിക്കല്ല തെറി വിളിക്കാൻ കുറെ ദേഷ്യം പിടിച്ച. പക്ഷെ നമ്മളെന്തോ ആവില്ല. പിന്നെ നീ തന്നെ പറയും തെറി ഒരുത്തരം വിളിക്കരുത്. പിന്നെ നമ്മളങ്ങനെ സ്റ്റാർട്ട് ഫയറൊക്കെ ഇടുന്നുണ്ട് ആൾക്കാര്. ജാസിന്ന് പറഞ്ഞിട്ട് കള്ളിന്റെ കുപ്പി ഇടുന്ന എന്റെ മുത്ത. എന്റെ ഇവനെ ഒന്ന് നിങ്ങൾ അതില് സ്പാം ചെയ്യല്ലേ? പൊട്ട ഈ മദർസ പൊട്ടന ഇവനെ ചെയ്യണ ഇതല്ല. ഇല്ലടാ, ഞാൻ ഒരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു. സിഗരറ്റ് വലിക്കൂല. അല്ല വേറെ സീനുണ്ട്. അന്ന് ഓണത്തിന് നിങ്ങൾ കുടിച്ചതിന് ശേഷം കുറെ ആൾക്കാര് എന്നോട് ചോദിച്ചു അത് റിയൽ ആണോ ഫേക്ക് ആണോ അങ്ങനെ കുറെ ചോദിച്ചു. ഞാൻ പെപ്സി കുറെ ആൾക്കാരോട് പറഞ്ഞു ഇല്ലടാ ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട് പവർ. പിന്നെന്തിനാ മൊത്തം ഇത് കുടിച്ചിട്ടും അടിച്ചിട്ടല്ലോ. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. സ്റ്റാർട്ട് ഗൈസ്. അപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പിന്നിംഗ് ബോർഡ് കറക്റ്റ് ഇത് ടൈറ്റ് ആണോ ഇതില്ല. ഒരു മിനിറ്റ്, ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ അടിക്കാം. ഓക്കെ, ഇത് കാണുന്നുണ്ടാ? ഈ ഡെമോ ഇത് കറക്കുക. ഇത് കറക്കുമ്പോ കുറെ ഈ ചലഞ്ച് ഇല്ലേ, ഏകദേശം എനിക്കൊന്ന് 8 or 9 ചലഞ്ച് ഉണ്ട്. ഏത് ചലഞ്ചിലാണ് വരുന്നത് ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുക. ജയ് മകിൻമഴി. ഇപ്പഴേ തുടങ്ങല്ല. ഞാൻ പറയുന്നത് ഏത് ഇതിപ്പോ എടുക്കല്ല. ഇത് അടിക്കുന്നേ മറ്റേ വേനുണ്ടാവേ. അല്ല ഞാൻ ചോദിച്ചത് ഇങ്ങനെ അടിച്ച
എടാ ഇങ്ങനെ അടിച്ചാ പോലെ നോക്കിയല്ലേ തമാശ അടിക്കല്ല. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ചലഞ്ചിന് മാത്രം കുറച്ചേരം അടിച്ചാൽ മതി. ഇത് നല്ല വേനെടുക്കുന്ന സാധനം. ഇതെന്താ കറക്കട്ടെ എന്നാലും ആയാ പിന്നെ കറക്റ്റ്. ആദ്യം അവർക്ക് ട്രെയിൻ എങ്ങനെയാണെന്ന് കാണിക്കുക. അതിന്റെ മുമ്പ് വേറെ കുറച്ച് സാധനം കാണിക്കാണ്. എടുത്തു നമ്മളെ ഫുഡ്. ഗൈസ്, അപ്പോൾ ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് ഉണ്ട്. മറ്റേത് ഈ അമ്പുംബില്ലിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിപ്പോൾ മുട്ടായിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ബനാനയുണ്ട്, കയ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇല്ല വേണ്ട, ആ സമയത്ത് ചലഞ്ച് ഇവർ അപ്പോഴും മനസ്സിലായിക്കോളും. തുടങ്ങാൻ പോവുകയാണ്. ജാസിയുടെ കണ്ടുപിടുത്തം എന്താണോ നമുക്ക് നോക്കാം. എടാ ഇപ്പഴേ അടിക്കല്ല. അല്ല ഇത് അടിക്കാനുള്ളതല്ലേ W3 കൂടി ഇതായി. നീയല്ലേ പറഞ്ഞ അടിക്കണോന്ന്. നിക്ക് ഒരു മിനിറ്റ്, ഇത് ഇവിടെ വെക്കട്ടെ. കറക്കാനായാ? അയ്യോ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കറക്കാൻ പോവാണ്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്യ്. അതായത് സ്പിന്നിങ് ബോൾ ഏതായിരിക്കും വരിക എന്നുള്ളത്. അതായത് 2 സാൾട്ട് 3 ഷുഗർ, ഇല്ലെങ്കിൽ എന്താ പറയുക, നോ എക്സ്പ്രഷൻ ചലഞ്ചാണോ വരിക, ഇല്ലെങ്കിൽ പിന്നെ റബ്ബർ ബാൻഡ് ചലഞ്ചാണോ വരിക, ഇല്ലെങ്കിൽ പിന്നെ എന്താ ലെറ്റർ ചലഞ്ച് ആണോ വരിക. ഇങ്ങനത്തെ കുറച്ച് ചലഞ്ച് ഇല്ലേ? അല്ല, ഇവരോട് ചോദിക്കും. ഇവര് പറയുന്നത് തന്നെ വന്നു കഴിഞ്ഞാലോ? കാരണം ഇത് മറ്റേ ഇതില്ലേ, ഗാംബ്ലിംഗ് പോലെ അല്ലേ? അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ. അപ്പൊ എന്തായി കഴിഞ്ഞാലും അത് നിങ്ങൾ ഇട്ടോ. നിങ്ങൾ ഇടുന്നത് ഇത് ശരിയാണോ നോക്കട്ടെ. ഓക്കെ, ഇടാൻ സമയം കൊടുക്കണ്ട. കറക്കെന്നാല് കറക്കട്ടെ. ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കറക്കിക്കോ. ഇത് വന്ന് നിൽക്കുമ്പോ നീ അത് ചെയ്യണോ? നീ കറക്കിയിട്ട് വന്ന് നിൽക്കുമ്പോ നീ ചെയ്യണോ? അല്ല, അത് ചലഞ്ച് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റും. കാരണം ചില ചലഞ്ചിൽ 2 ആൾ ഇൻവോൾവ്ഡ് ആണ്. ഇല്ലേ വേണ്ട, നമുക്ക് 2 ആൾക്കും ചെയ്യാല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ 2 പേരും ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ. തുടങ്ങുകയാണ്. മുനവ്വിറേ തുടങ്ങുകയാണ്. ഓക്കെ കാണുന്നില്ലേ? കറക്കട്ടെ റാംബോ. നിക്ക്, ഇത് തിരിഞ്ഞ് വീണോ അതിരുന്നാൽ മതി, എല്ലാം തട്ടിക്കൂട്ട് വരട്ടെ. ഓക്കെ, ഇത് കൊള്ളാല്ല, കാറ്റ് വരുന്നുണ്ടല്ല. എന്താ നോ എക്സ്പ്രഷൻ ചലഞ്ച് അതാണോ ഗൈസ്? നമ്മള് ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവ ഇത്രയും കറക്കി എഴുതി വെച്ചേക്കുന്നത്. ഗൈസ്, അപ്പൊ ഫസ്റ്റ് നമുക്ക് വന്നില്ല ചലഞ്ച് നോ എക്സ്പ്രഷൻ ചലഞ്ച് ആണ്. അപ്പൊ എന്തായി കഴിഞ്ഞാലും എനിക്ക് ആദ്യം നിങ്ങൾ പറ. നോ എക്സ്പ്രഷൻ ചലഞ്ച് ഞാൻ എന്താക്കാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിവരിച്ചു തരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് കയ്പൊക്കെ ഉണ്ട്. പഴമൊന്നും കൊടുക്കണ്ട, പഴത്തിനൊന്നും നമുക്കിതില്ല. ഓക്കെ, ഈ 2 സാധനങ്ങൾ മാത്രമേ നമ്മൾ നോ എക്സ്പ്രഷൻ ചലഞ്ചിൽ എടുക്കുന്നുള്ളൂ. കയ്പയ്ക്കും ചെറുനാരങ്ങയും. ഓക്കെ, ഈ കയ്പയ്ക്കും ചെറുനാരങ്ങയും പിന്നെ കഴിച്ചിട്ട് ഒരു രീതിയിൽ എക്സ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല. പിന്നെ കയ്പൊക്കെ കടിക്കുന്ന സമയത്ത് ഒരു കയ്പക്ക ഒരു വായു വണ്ണത്തിൽ കടിക്കണം. ചെറുനാരങ്ങയും ഇതേപോലെ മൊത്തത്തിൽ വായിലിട്ട് കടിക്കണം. കടിച്ചിട്ട് ഓരോ എക്സ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, എനിക്ക് പറ്റുമെങ്കിൽ മാത്രം ഇരുന്നാൽ മതി. ഞാൻ സീരിയസ്ലി പറയാ, എനിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അടിപൊളി ഞാൻ ചെയ്യും. ശരി, ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആര് ചെയ്യണം? ജാസി ഓർ റാംബോ? ഫസ്റ്റ് ആരാ ചെയ്യണ്ടേ? പറ. ആര് ചെയ്യണം? ജാസി. എടാ ഇതിൽ ഫോളുണ്ട ആവശ്യമില്ല, കുറെ ആൾ തന്നെ പറയും. ഓക്കെ. ജാസി. ഓളോ ജാസി. നിക്ക്, ഇത് വേറെ ചലഞ്ച്. ആ ചലഞ്ച് ഇപ്പോഴേ നിങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇതാക്കാം. ശരി, ഓക്കെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് മാറ്റാം. ഞാൻ ഓറിയോ എന്നാ. എന്തോന്ന്? ഓറിയോ തിന്നാൻ വേണ്ടിട്ടല്ലേ ചലഞ്ച് വെച്ച മോനെ. അതില് തക്കാളി ഉണ്ട്. തക്കാളി ഒന്നും നീ തിന്നണ്ട. നീ തക്കാളി തിന്നാ മോനെ. ഞാൻ പറഞ്ഞു എടാ, ഇത് അടിക്കല. ഓക്കെ ഗൈസ്, ഇതാ നോക്കിക്കോ. ഞാൻ ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചു നിന്റെ സംസാരം നിർത്തി. ജാസി തിന്നേ. നീ എന്താ നീ തിന്നാതിരിക്കാൻ വേണ്ടിട്ട് ഓരോ പുതിയ അഭിനയം കൊണ്ട് ഫസ്റ്റ് പാവയ്ക്ക. ഇത് ഒരു വണ്ണത്തിൽ കടിക്കണം. നീ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കടി. ഇത് ഇതിന്റെ അറ്റ ഇത് പൊട്ടിച്ചാട്ടെ. ഇത് വേണ്ട, അത് പൊട്ടിച്ചോ. കയ്പൊക്കെ വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കിയ പോലും കഴിക്കാത്ത ആളാണ്. മെൽവിനോട് പറഞ്ഞു എക്സ്പ്രഷൻ ചലഞ്ചാണ്. എക്സ്പ്രഷൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഇവ ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അടിക്കും. അതുണ്ട്. കഴിഞ്ഞാല് ഇതിനെ കൊണ്ടോ ആ വെള്ള സാധനം കൊണ്ടോ ഇവിടെ 2 അടിയുണ്ട്. അത് ഏറ്റവും അങ്ങനെ തയ്യാറാണ്. നിനക്ക് അപ്പം അടിക്കരുത്. ഇത് തിന്ന് ഇതിന് 2 അടി, ഇതിന് 2 അടി, അങ്ങനെയാണ്. ഓക്കെ, തിന്നട്ടെ ഗൈസ്.
പോരാ കേറ്റ് വായി കേറട്ട്. പഴമാണെങ്കിൽ കുറെ കേറുമല്ലോ, കുറെ കേറ്റടാ. കേറ്റ് ജാസി. തിന്നടാ. സോറി അല്ല ഞാൻ തിന്ന പിന്നെ ഞാൻ അല്ല ഒന്നും കൂടി ഒരു ചാൻസും കൂടി. എടാ നീ അതാ തിന്ന്. എടാ വേണ്ട, രണ്ടടി ഓൾഡ് എനിക്ക് കിട്ടി. എടാ വേണ്ട എടാ തിന്നടാ. ഇറക്കടാ. ഇതൊന്നും പറ്റൂല. എന്ത് ബക്കറ്റ് വെള്ളമൊന്നുമില്ല. തിന്ന്. എന്ത് ഇവനായിട്ട് കണ്ടുപിടിച്ചോണ്ടെന്ന ചലഞ്ച് എന്നെ കൊണ്ട് തിന്നിക്കാൻ വേണ്ടി തിന്നടാ. എന്തോന്ന് ഛർദിക്കാ നീ? തിന്നടാ. തിന്ന് ഛർദിക്കാൻ പറ്റൂല. ഇവനെ കൊണ്ട് ഇതൊന്നും പറ്റൂല. എടാ ഇത് സത്യം പറഞ്ഞ് വിചാരിച്ച പോലല്ല. ഞാൻ ഇത് പാവയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് തിന്നിട്ടുണ്ട് മോനെ. ഹെൽത്തി പാവയ്ക്കൊക്കെ ഒരുപാട് തിന്നിട്ടുണ്ട്. എന്നാ നിക്ക്, ചെറുനാരങ്ങ അടുത്ത് നിന്നാ നീ ഒന്ന് പാവക്കെന്നാ ഒന്നിങ്ങോട്ടോ. അല്ല ഞാൻ തിന്നായില്ലല്ലോ. ഞാൻ തിന്നായില്ലല്ലോ. നീ ഇതിന്റെ മുമ്പ് ഒരു പ്രഖ്യാപനം ഉണ്ടായി, രണ്ടാളും ഒരേപോലെ ഏറ്റെടുക്കണം. പറഞ്ഞെന്തറിയോ, ഹോട്ട് സീറ്റിൽ ഒന്ന് റാമ്പായിരിക്കും. ഹോട്ട് സീറ്റ് ഇരിക്കണേലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്തിനെന്നറിയുമോ, ഞാൻ തിന്നാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ അവര് പറയട്ടെ. ഗൈസ് ഞാൻ സത്യം പറഞ്ഞ് തിന്നാന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം ആവൂല. ഇതെന്തോ ഒരു ഞാൻ ഹെൽത്തി ഒക്കെ ആണെന്നുള്ള കുറെ ആൾക്കാർ ജീവിതത്തിൽ ഞാൻ തിന്നില്ല. അങ്ങനെയാ അതല്ല ഈ ചലഞ്ചിൽ ഗൈസ് റാംബോ കഴിക്കണം വേണ്ട. ഇത് സംഭവം എന്താ അറിയോ, ചലഞ്ചിൽ രണ്ടാമത് പാർട്ട് ഉണ്ട്. അങ്ങനത്തെ ചലഞ്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് റാംബോയാ എന്റെ മോനെ. എനിക്ക് എങ്ങനെയാണ് നോ എക്സ്പ്രഷൻ ചലഞ്ച് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയ കഷ്ണം, ഇത് നോക്കണോ? വായില്ല കഷ്ണം ചെറിയ. എന്നാ ശരി, ഓക്കെ തിന്ന് എന്താ ഇറക്ക്. എക്സ്പ്രഷൻ ഒന്ന് ഒരു രീതിയിൽ എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. എക്സ്പ്രഷൻ ഇടരുത്. ഇറക്ക്. ചവച്ചിട്ട് ഇറക്കണം. ഒറ്റയടിക്ക് ബുദ്ധിമുട്ടില്ല. നിന്റെ തൊള്ളയും തൊണ്ടയൊക്കെ വലുതാണ്. എക്സ്പ്രഷൻ വന്ന അടിയാണേ. എന്താണ് ചിമ്പാൻസി അടി കൂടാൻ പോകുന്നതിന് മുമ്പ് ഇടുന്ന എക്സ്പ്രഷൻ ഇടുന്നത്? കഴിക്ക് മോനെ. ഞാൻ അവിടുന്ന് കഴിക്കും ഭയങ്കര ആവേശമാണല്ലോ. അല്ല ഇത് എക്സ്പ്രഷൻ മാറുന്നല്ല. എനിക്ക് അടിച്ചൂടെ? എന്നാ ഓക്കെ ആയിക്കോട്ടെ മോനെ. എടാ ഒരു ഇത് കൊണ്ടു വെച്ചു സത്യം ഷാദി. ഓക്കെ എന്റെ ഊന്ന് കഴിഞ്ഞ് വായി കാണിച്ചേ. ഒരു ഊയൊന്നുമില്ല. വായി വായി കാണിക്കടോ. വായി മോന്റെ അണ്ണാക്കിൽ വെച്ചിട്ട് എക്സ്പ്രഷൻ ഇതിനെങ്ങനെ അടിക്കേണ്ടത്? എന്തോ എക്സ്പ്രഷൻ ഇട്ട് നീ ചിരിക്കുന്നിട്ട് അന്നോരടി. തിന്നടാ കുത്തി കയറ്റിന എന്റെ വായിലേക്ക്. ഇവനൊന്നും ഇവിടുന്ന് എണീച്ച് പോണ്ട. ഇവന് തിന്നിട്ട് ഇറക്കിയിട്ട് പോയാ ഇറക്കടാകുമ്പോ ഇറക്കിയാ എനിക്ക് വായിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇറക്കി. നീ എത്രത്തോളം വായിൽ വെക്കുന്നു അത്രത്തോളം കയ്പ്പ് നാവിലേക്ക് ഇറങ്ങും. നാവിൻ്റെ രുചിക്കുമ്പളിലേക്ക് കയ്പ്പ് ഇറങ്ങും. ഒന്നെങ്കിൽ വേഗം ബുദ്ധിക്കോ എന്തെങ്കിലും തിന്നോ. പൊട്ട വലിയ ഓവറാക്കി. ഇതാ കണ്ടില്ലേ, അതിൽ ഫെയിലായി. ഇതാ ഇന്നലെ മമ്മും ഷമീറും കൂടി സ്ലാപ്പിംഗ് ചലഞ്ച്, വായിൽ വെള്ളം ഒഴിച്ച ചലഞ്ച്, അതിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ. അങ്ങനെ ഞാനൊരു റാംബോ ഫെയിലായിട്ടുണ്ട്. അടുത്തൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ചെറുനാരങ്ങ ഉണ്ട് ഇവിടെ. ചെറുനാരങ്ങ സത്യം പറയാം സീരിയസ്ലി ഞാൻ പറയാം, ഒരു രീതിയിൽ എക്സ്പ്രഷൻ ഉണ്ടാവില്ല. ഇതെൻ്റെ വാക്കാണ്. ഇത് ഈ വാക്ക് തെറ്റിച്ച റാംബോനെ രണ്ടടിക്കുമ്പോൾ ഒരു 4 അടി അടിച്ചോട്ടെ. എടുത്തു
ഇതാ പറഞ്ഞത് സ്പിൻ ചെയ്യണം. പിന്നെ ഞാൻ ജയിച്ചില്ലേ മുത്തേ, ഞാൻ ജയിച്ചില്ലേ? നിങ്ങൾ പറ ആരാ ഏറ്റവും കൂടുതൽ നേരം പിടിച്ചിരുന്ന ആരാ? വായിൽ വെച്ച് ഞാൻ ചവച്ച് അതിന് ഇറക്കാൻ നോക്കി. ഞാൻ കുറച്ച് ഇറക്കി. ഗെയിം എന്താണെന്നറിയോ? നോ എക്സ്പ്രഷൻ ചലഞ്ച്, അല്ലാണ്ട് നോ ഡ്യൂറേഷൻ ടൈമിംഗ് അങ്ങനത്തെ ചലഞ്ച് ഒന്നല്ല. പിന്നെ മുത്തേ ഇതിൽ ആരാ ജയിച്ചേ? റാംബോ വിന്ന്. അത്രേ ഉള്ളൂ. അവര് കറക്റ്റ് ആയിട്ട് കാര്യം പറയണം. അവര് നിന്നെ പോലെ അല്ല, പൊട്ടനല്ല. എന്തിന് പോളിന്റെ ആവശ്യമൊന്നുമില്ല. റാംബോ വിന്ന് മുത്തേ. അതാണ് നെക്സ്റ്റ്. ഇതിമലെല്ലാം ആക്കി വെച്ചിന് എടുത്തു തോർത്ത് ഓന്റെ കയ്പൊക്കെ തുപ്പിയിട്ട് നിക്ക്. ആയാ എന്റെ അല്ല നിക്ക് ഗൈസ്, ഈ ചലഞ്ച് ഒന്ന് മാറ്റാൻ പറ്റും. ഇത് മാറ്റാം. ബാക്ക് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അല്ല വാക്സ് ഈ സാധനം ഇത് രോമം നല്ല പേരുണ്ട്. നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ മുഖത്ത് തേക്കും. ഇവിടെ പൊത്ത ഇത് വാക്സ് മറ്റേ മുടിമ തേക്കുന്ന സാധനമല്ല, പിന്നെ ഇത് രോമം പറിച്ചെടുക്കുന്ന സാധനമോ? ഞാൻ പറിച്ചെടുക്കാൻ ഷേവ് ചെയ്താൽ പോരെ? എടാ ഇതൊരു തുണി പോലത്തെ സാധനം, ഒരു മറ്റേ പേപ്പറാണ്. ആ പേപ്പർ ഒട്ടിച്ച് ആ പശ അടക്ക് ഇതാക്കും. മാറ്റട്ടെ, സ്പിന്ന് മാറ്റട്ടെ. എന്താ മാറ്റട്ടെ എന്നാ? വേണ്ടാന്നല്ലേ? വേണ്ടാന്നല്ലേ? അപ്പൊ ഒന്നും കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് വേറൊരു ചാനൽ ഒന്ന് സ്പിൻ ചെയ്താലോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്ന് സ്പിൻ ചെയ്താലോ? എടാ വിചാരിക്കുന്നവരല്ലേ കുറച്ച്. എനിക്കില്ലല്ലോ, നിനക്കല്ലേ? നിനക്കെന്തില്ല? നിക്ക്. ഇതിന് ഫസ്റ്റ് റാംബോ. ദാ ഗൈസ്, റാംബോന്റെ കാലില് വാക്സിൻ ചെയ്യാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് മുടിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഇല്ലടാ, ഇത് സംഭവം എന്ന് വെച്ചാൽ വലിയ വേദന പരിപാടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സംഭവം നൈസാണ്. വേദന പരിപാടി ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് വളരെ നല്ല സ്മെല്ലിട്ടാ, നല്ല സ്മെല്ലാണ്. ഷാമ്പൂവിന്റെ മണം. ഞാൻ പറയുന്നത് സുഖമുള്ള പരിപാടി. എന്താണ്? തേച്ച് കൊടുക്കണം. ഇതല്ലേ ഞാൻ ചോദിക്കുന്നേ. അപ്പൊ ചാറ്റിന് ഇതിങ്ങനെ തേച്ചാൽ മതി? അത് ലിക്വിഡ് ഉണ്ടാ? അത് തന്നെ. അപ്പോ ആദ്യമായിട്ട് ഇവന്റെ പരിശുദ്ധമാക്കപ്പെട്ട തുടയിൽ നമ്മൾ ഇതാക്കാൻ പോണേ. ഈടാക്കട്ടെ. ഇത് വരുന്നുണ്ട് കേട്ടാ, വെള്ളം പോലത്തെ ഒരു സാധനം. എന്താ സാധനം? വെള്ളം പോലെയല്ലേ, ഇതെന്തോ എണ്ണ കണക്കാ. നിക്ക് ഇവിടെ ഒന്ന്. നിക്ക്. അല്ല ഇപ്പോഴേ ഈ സാധനം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഗൈസ് ബാക്ക് ചലഞ്ച് സ്റ്റാർട്ടിങ്. ഫസ്റ്റ് റാംബോ തൊട. അപ്പോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്ന വെച്ചാൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. അല്ല മാത്രമല്ല, നമുക്കിത് ഒരു മസാജും കൂടിയാണ് നമ്മൾ. കാരണം നല്ല ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നിനായി കഴിഞ്ഞാലും. ഇല്ല, ഞാൻ മസാജ് ഞാൻ ചെയ്യല്ല, ഞാൻ പറയാ ഇതിങ്ങനെയാണ് ഇതിന്റെ സംഭവം. കാരണം നല്ല സുഖമാക്കപ്പെട്ട രീതിയിൽ ഇത് എന്താക്കാൻ പറ്റും? സുഖമാക്കപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിനക്ക് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് തരാം. മൊത്തം മഴവില്ല് സ്പാം 3 എണ്ണം. മഴവില്ലൊന്നും ജാസിക്ക് ആവശ്യമില്ല. മഴവില്ലാരും ഇടും വേണ്ട. മഴവില്ല് എന്നെല്ലാം ജാസി വിരമിച്ചേന്. നിങ്ങളെ വീട്ടിലുള്ള അനിയന്മാരും പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിങ്ങൾ എങ്ങനെ ഇതാക്കുക, അതേപോലെ തന്നെ നമ്മളും കാണുന്നുള്ളൂ. അല്ലാണ്ട് മഴവില്ലൊന്നും സ്പാൻ ചെയ്ത് കാലം. ഇത് എവിടെ വെക്കണം? ഒരെണ്ണ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഒന്ന് പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇടയിൽ ഇട്ട് കൈ ഇട്ടിട്ടോ പിടിച്ചു വെക്കാനോ പാടില്ല. നീ എത്രത്തോളം ഇത് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം എനിക്ക് വേദന കൂടുകയല്ല. ഞാൻ മോനെ അങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നും എനിക്ക്. ഒന്ന് ഇത് എത്രത്തോളം ഇങ്ങോട്ട് വരും? ഓക്കെ, കുറച്ചും കൂടി വാ മോനെ. എന്റെ മുത്തും കട്ട ഇങ്ങോട്ട് വന്ന, ഒന്നിങ്ങോട്ട് വന്ന. അല്ല, ഞാൻ ഇതിങ്ങനെ ഇരുന്നാ പോരെ? ഓക്കെ, ഇത് വേണം. ഈ കാല് വെക്കണം. ഇതെങ്ങനെ ഇതിന്റെ സാധനം തിരി. ഓക്കെ, കാല് മാറ്റി. കാല് വെച്ച. ആർ യു റെഡി? ഓക്കെ. ഒന്ന് ചിരിച്ച. എനിക്ക് ചിരിക്കണേന് എന്താ ബുദ്ധിമുട്ട്? പ്രശ്നമൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട് ഗൈസ്? നല്ല നിക്ക്. എന്താ നീ എന്താ ചെയ്യാൻ പോണ ഇപ്പൊ? ഇതിങ്ങനെ പറിക്കൂ, നല്ല സുഖ. നിക്ക്, ഞാൻ പറയുന്നേക്ക്. നിക്ക് പറഞ്ഞിട്ട് പറിക്കണം. പറിച്ചിട്ട് കിട്ടുന്നില്ല ഇത്. പിന്നെ നിക്ക്. ഓക്കെ, അപ്പൊ എല്ലാ ആ സ്പിന്നിങ് ബോൾ ആ ചലഞ്ച് നമുക്ക് എന്തായാലും മാറ്റണേ. ഒന്ന് മാത്രം പറിക്കാം. ചലഞ്ച് കൊണ്ടുവന്നേക്കണ. എടാ പെട്ടെന്ന് പറിച്ചോ, ഇല്ല വേന കൂടും. പെട്ടെന്ന് ഇരിക്കേ. നല്ല ഇതുണ്ട്.
അടുത്ത രോമം അവിടെ വെളുത്തല്ലോ. ഇതെന്താ ഇത്? അവിടെ വെളുത്ത് ഇതെന്താ നീ? വെളുപ്പ് വരും. വെളുപ്പ് വരുമോ? കറുപ്പ് പിന്നെ എന്നെ മുഖത്തൊട്ടിടാ നായേ. എല്ലാം അത് വെളുപ്പ് വരുമോ? പറിച്ചോ എന്ത് പറയും? എടാ വെളുപ്പ് വരും നിന്റെ. പറിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമാണ്. കരിമുട്ട പോലെ കറുത്ത് ചുണ്ടപ്പ് അടിക്കല. നിക്ക് ഇതെന്താ സംഭവം? അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യമില്ല. നീ ഇതെന്താ ഇത്? ഞാൻ ലൈവ് ചെയ്യുന്നില്ല. എന്താ ഇത്? ഇതെന്താ ഇത്? അല്ല നിക്ക്. എടാ പൊട്ടാ, ഈ രണ്ടെണ്ണം നീ എപ്പോഴായാലും പറിക്കണോ? ഇപ്പൊ പെട്ടെന്ന് ശരീരത്തിൽ ഇരിക്കട്ടെ. എന്നാ ശരി. അപ്പൊ ഗൈസ്, അപ്പൊ എന്തായി കഴിഞ്ഞാലും നമ്മൾ നെക്സ്റ്റ് ചലഞ്ചിലേക്ക് പോവാണ്. പിന്നെ അടുത്ത സ്പിന്ന് ഇറക്കി നമുക്ക് നെക്സ്റ്റ് ചലഞ്ചിലേക്ക് പോവാം. ഇത് പിന്നെ ഞാൻ എന്നെ കൂടെ വെക്കണോ? ഞാൻ ചെയ്യൂലേ, ഞാൻ അടുത്തയിലേക്ക് പോകും. ഞാൻ ചെയ്യൂല. നീ ഇവിടെ ഇരുന്ന്. അല്ല നിക്ക്. അല്ല നീ ഇവിടെ ഇരുന്ന്. ഞാനത് പറിച്ച. നീ ഇവിടെ ഇരുന്ന്. എടാ റാംബോ, നീ ഇവിടെ ഇരുന്ന്. എടാ ഞാൻ പറിച്ച. നീ ഇവിടെ ഇരുന്ന്. നീ ഇവിടെ ഇരുന്ന്. ഞാൻ പറയുന്നേക്ക്. ഞാൻ പറയുന്നേക്ക്. നമ്മള് ചലഞ്ചിന് വേണ്ടിട്ട് അപ്പൊ ഇതിലെടുത്താ മതി. നോക്ക്. എടാ നീ ചലഞ്ച് എന്നും പറഞ്ഞ് നീ എന്തോന്നാണ് ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത്? എടാ ഞാൻ പറഞ്ഞതല്ല, മൻസൂർക്ക് സെറ്റ് ചെയ്ത കാര്യങ്ങൾ. ഞാൻ പറയുന്നേക്ക്. നോക്ക്, ഞാൻ പറയുന്ന നീ ഒന്ന് സമാധാനത്തിൽ കേക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം. നീ ഇവിടെ ഇരുന്ന് പോരെ. നീ ഇവിടെ ഇരി. ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീ ഇവിടെ ഇരി. എന്നാ ശരി, ഓക്കെ. അത് മൊത്തം പറിക്കണം. എന്നാലും ഞാൻ അടുത്ത ചലഞ്ച് ചെയ്യും. ഇവിടെ ഇരി. ഇതാരും ഇതിന്റെ ഇടയിൽ വിളിക്കുന്നത്. മൊത്തം ചലഞ്ച് ചെയ്യണോ? നീ ഇവിടെ ഇരുന്നേ. എടാ ചെയ്യേ, ഇല്ല വേദന കൂടൂ. ജാസി ഇരി. എടാ രണ്ടെണ്ണം അവന്റെ പറിക്കാൻ ബാക്കിയുണ്ട്. ഊരില്ല, ഞാൻ പൊന്തിച്ച് ഇതാക്കി തരാം. എന്ത് പൊന്തിക്കാനാ? ഇതാക്കി തരാം. എന്ത് പാൻറ്റൂര്? എടാ നീ എന്താ പറയും? ഞാൻ ഇതാക്കിയില്ല. എന്താക്കിയിട്ടില്ല? ചട്ടിയിട്ടിട്ടില്ലേ? അതുണ്ട് മറ്റേ. അതെ, നീ ബോക്സർ ഒന്നും ഇല്ല എന്റെ അടുത്ത്. നീ നോക്ക്. എന്റെ കാൽമേൽ ഓൾറെഡി കുറച്ച് രോമം കൂടുതൽ. ഇവന്റെ ചെറിയ രോമ. സാധനം എവിടെ? എടാ നോക്ക് റാംബോ, ഞാൻ ഒരു കാര്യം പറയുന്നേക്ക്. നീ ഇതെന്തായാലും പറിക്കൂലല്ലോ. അല്ല പേപ്പർ പറിക്കൂലല്ലോ. നീ ഇത് പറിക്കുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അത് ഏറ്റവും നല്ലത്. വേണ്ട, ഞാൻ അവിടെ ഏറ്റവും നല്ലത്. ഞാൻ സ്വർഗം കാണാൻ പോവാ. ഞാൻ നോക്ക്, ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇവിടെ വെച്ച് എടാ കണ്ടിട്ടുണ്ടല്ലോ. നിക്ക്, ഞാൻ പറയുന്നേക്ക്. എടാ ഓൾറെഡി എന്റെ വലിയ രോമാണ്. നല്ല വേണ്ട ഓന്റെ ചെറുതാ. ഒന്നും ഇവത്തെ ഇവരെന്തോ പറയുന്ന ചാറ്റ് എന്തോ പറഞ്ഞു. നോ നെക്സ്റ്റ് സ്പിന്നിങ് ചലഞ്ച് എന്ന് പറയുന്ന കക്ഷം തൊടഉള്ളി. നിനക്ക് കക്ഷത്തെ വെച്ചൂടെ? ഇല്ല നീ കാല് കാണിക്ക. അത് അവര് പറയുന്ന ചാറ്റിന്റെ. നിക്ക്, ഞാൻ കടക്ക. എവിടെയാക്കുന്നു? കാലിനായിക്കോ. നീ ബാക്കിലോട്ട് ഇരുന്നേ മോനെ. എടാ നിക്ക്. എടാ ഇത് എനിക്ക് ഓനെ പോലല്ല, എനിക്ക് കൊറേ രോമുണ്ട്. നിനക്ക് രോമം ഉണ്ടാടാ. നിനക്കിത് ചെയ്യുമ്പോ നിനക്കിത് 600 രൂപ. എടാ പറയാൻ ചാറ്റിന്. നിക്ക്. എന്നാ ശരി, ഒന്ന് മാത്രമേ. നീ ഒന്നല്ലാക്കിയിട്ടുള്ളൂ. ഒന്ന് മാത്രം. എടാ അള്ളാനെ സത്യം എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ ഉമ്മ സത്യം നല്ല പേടിയുണ്ട്. നിക്ക് ആയില്ലേ? ഇതില്ലേ? പിന്നെ ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. അടിക്കല. നിക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഈ വേദന ആണെങ്കിൽ ഇതിനെക്കാട്ടും വലിയ വേദന എന്തെങ്കിലും എനിക്ക് വരണോ? എന്നാലും ഈ വേദന ഞാൻ മറക്കും. എന്താ ഗവൺമെന്റ് ആശുപത്രിയാ? സൂചി വെക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പാൻറ് ഊരിക്കുക ലൈവിലുള്ളത്. ഇപ്പൊ ഞാന് എടാ ആ ചാറ്റ് എന്തോ പറയും. ഇല്ല പാൻറ്റൂര് നീ ഊരാൻ പറ്റില്ല. നീ ഈടാക്കി. നീ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. നിന്റെ ഐഡിയ എവിടെ പോരെ? എവിടെ കണ്ടില്ല കാണിച്ചേ. അല്ല ഞാൻ നോക്കട്ടെ. ഓക്കെ. എടാ ഇത് പൊക്ക്. എടാ വേണ്ട, അത് കുടിച്ചാ പവർ കൂടും. ഇത് സാധാ രീതിയിൽ തൊട്ടിച്ചാൽ മതി. തൊടയെ തന്നെ കൊടുക്കണത്. നിക്കേ റാമ പറയുന്നേക്ക്. അല്ല നമ്മൾ നീ കൂടുതൽ സംസാരമില്ല. നമ്മൾ എത്ര അടിപൊളി, ഇത്ര ഇത് പെയിൻഫുൾ ആണ്. എത്രയും പെയിൻഫുൾ. നീ എന്റെ ഇവിടെ നോക്ക്. ഞാൻ വിചാരിച്ച അങ്ങനെയല്ല. നോക്ക്, നീ കൈ മാറ്റി. ആ കൈപ്പക്കന്റെ ആ രീതിയിൽ വിചാരിച്ചു. ഇത് ഓവറാണ്. ഇതെന്തിന് പൊക്കടാ? എന്റെ നീ എത്ര ഓടിച്ചാ? അല്ല നീ ഒന്നല്ല പറിച്ചുള്ളൂ. ഞാനൊന്നേ പറിക്കും. ഇല്ല പിന്നെ ബാക്കി എന്ത് 2 വളർത്താനാ? പൊക്കടാ.
എടാ അത് വേണം എന്തിനാ എന്താ ഇവിടെ ഒട്ടിച്ചു പൊക്കിക്കേ നീ പൊക്കിക്കേ എടാ ഇത് എന്തിനാടാ എടാ നോക്ക് എന്താ നമുക്ക് രണ്ടാ ഒറ്റൊന്ന് പറിച്ചാ പോലെ മറ്റേ നമുക്ക് നിനക്ക് ഇത്ര വെളിച്ചെണ്ണ നിനക്ക് ഞാൻ ഇട്ട് തരണുണ്ട് എവിടെ ഇരി നിക്കേ പറിക്കുന്നതിന് പറഞ്ഞിട്ട് പറിക്കണം അതിന് സമയമുണ്ട് മോനെ ജാസി പറഞ്ഞിട്ട് പറിക്കണേ നിക്കേ ഒരു മിനിറ്റ് ഞാൻ ഒട്ടിക്കട്ടെ നിക്കേ അതല്ല ഞാൻ പറയുന്ന മൊത്തത്തിൽ വേണ്ട ഞാൻ എന്താ ചെയ്യണ്ടേ ഇത് നിക്കേ ഇതില്ലേ ഞാൻ എടാ നോക്കിയാ സത്യക്ക് പേടിയാന്ന് ഇതെന്തോ വണ്ടർലേ പോയിട്ട് മറ്റേ സാധനത്തിന്റെ മുകളിലുള്ള എന്തോ ഒരു എക്സ്പീരിയൻസ് ഇതെന്തോ രണ്ടെണ്ണം കൊണ്ട് നിക്ക് എടാ ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേ നിക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയുന്നേക്ക് അങ്ങനെ ഒന്ന് റാംബോന്റെ അങ്ങനെ നമ്മൾ ചെയ്തില്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ശരി അപ്രൂവൽ എന്താ അപ്രൂവല് ഞാൻ നോക്ക് ഒറ്റ ഒന്ന് നമുക്ക് ചെയ്യാം ബലിക്കട്ടാ നോക്ക് പിടി നോക്ക് ഞാൻ പറയുന്നത് എടാ ഓക്കെ ഇല്ല അല്ല ഞാൻ ഇവന്റെ കൈ ഒന്ന് പിടിച്ചു പിടിക്കണ അല്ല നിക്ക് അത് ഭയങ്കര അല്ല അതുകൊണ്ടല്ല നിക്ക് അടിക്കല ഞാൻ പറയുന്നത് ഞാൻ സത്യമായിട്ട് ഒന്നാക്കൂല പോരെ കണ്ണുമലോ നോക്ക് നീ പറഞ്ഞ എന്തും ഞാൻ ചെയ്യും നീ ബഹളം വെക്കാനാണ് ഇതെങ്കിൽ ഇനി എന്റെ എല്ലാം ഇനി ഞാൻ ഓർഡർ ചെയ്ത് വരുന്ന സാധനം ഒരു മിനിറ്റ് ഓക്കെ എടാ നിക്ക് ഇതാക്കെ അധികം ഇതാക്കല്ലേ പ്ലീസ് ഫസ്റ്റ് കാല് തോട ഏതാ ഞാൻ ചെയ്യാം നിക്ക് ഒരു മിനിറ്റ് റാംബോ ഞാൻ എന്റെ കണ്ണുമ പിടിച്ചോ എന്താ കണ്ണെന്താ കണ്ണുമേ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം കുത്തി പൊട്ടിക്കാനാണ് ഇത് ഓവറാണ് എന്തോ ഓവറാ അല്ല ഇവിടെ പിടിച്ചിട്ടല്ലേ ഇഞ്ചി മുട്ടായി ഇരി വിടല്ലേ മോനെ വിടല്ലേ ഇരുത്തവനാ ഇരടാ ഗൈസ് ഇതൊക്കെ യൂറോപ്പ് പോയിട്ട് ഞാൻ എന്തോ ചെയ്തിട്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്താലും ഇത്ര വെളുക്കൂല അടുത്തൊന്ന് പൊന്തിച്ച ഒന്നിരുന്നു എന്തിനാ ഒന്നിരിക്ക് എണ്ണ ഇടണ്ട ഡാൽഡി ഇടണ്ട നിനക്ക് നല്ല രീതിയിൽ ചലഞ്ച് എന്ന് പറയുമ്പോൾ കുറെ സമയം നമ്മൾ കളയണ്ട ഒന്ന് മോൻ എണ്ണയും ഡാൽഡി ഒന്നും ഇടണ്ട മോനക്ക് നല്ല രീതിയിൽ നീ എന്താ വിചാരം ചലഞ്ചിൽ വലുത് ചെറുത് ബോഡി ഗാർഡ് കുക്ക് എന്നൊന്നുമില്ല ഇവിടെ മോനിരുന്ന രണ്ടാളും ഒരേപോലെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ല രീതിയിൽ ചെയ്യാം ഓക്കെ ഓ നല്ല ബർക്കത്താക്കപ്പെട്ട സാധനം എന്നാ ശരി അങ്ങനെയാണ് ഞാനുമില്ല ഇതെന്താ നോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്റേതല്ല നിന്റേത് ഓക്കെ ചെയ്യണ്ടെന്നാ അല്ലടാ എന്റേതല്ല നിന്റേത് എന്നുള്ള രീതിയില്ല പകുതി ഒരു മിനിറ്റ് നിക്ക് റിലാക്സ് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഓൺ പെട്ടെന്ന് വേഗം തരച്ചാ മറ്റേ പെയ്യുമ്പോൾ ആദ്യം മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്തരാം പെട്ടെന്ന് എടുത്തരാ റാംബോ വേരുന്നു ഈ എൻ്റെ പെട്ടെന്ന് ആയിക്കോ വേരുന്നോ ഇത് നമ്മൾ വെച്ചാൽ ഇത് എടാ ഈ വേന പോവാനാ പറിച്ചോ എൻ്റെ വേഗം പറിക്കും ആ വേനൽ ഈ വേന മറന്നു വേഗം
വേഗം നിക്ക് നിക്ക് നിക്ക്. ആ ഇതിനെ കൊണ്ട് ആദ്യം ഒറ്റ നീ എന്റെ ഇത് രണ്ടായിട്ടാ നീ പറിച്ച. ആ അതിനെ കൊണ്ട് വേടിക്ക്. അപ്പൊ ആ വേദനയിൽ ഈ വേദന ഇതാക്കിയിട്ട് എന്നിട്ട് ഈ വേദന മറക്കും. വലിയ വേദന തല മടിക്കരുത്. ആ വേപ്പറിക്ക് വേപ്പറിക്ക് ആ വേപ്പറിക്ക് 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 പറിക്ക് പറിച്ചു പറിച്ചു പറിച്ചോ 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 പറിക്ക് 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 വേപ്പറിക്ക് പറിക്ക് 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 പറിക്ക്. അല്ലാ തമാള ഒരാൾ ചെയ്യൂല തമാശ അടിക്കില്ല റാംബോ തമാശ അടിക്കില്ല. അങ്ങനെ ഒരാളും ചെയ്യൂല റാംബോ. റാമു നിന്റെ രണ്ടെണ്ണം ഞാൻ പെട്ടെന്ന് വരച്ചെന്ന് രണ്ടെന്ന് പെട്ടെന്ന് ഐഡിയ പറഞ്ഞു ഏത് മൻസൂറിന്റെ കൈ കിട്ടിട്ട് തമാശ അടിക്കല്ല ഇത് എനിക്ക് ഇനി ഇങ്ങനത്തെ മനോഹര റാംബോ പാരിക്ക് തമാശ അടിക്കല്ല. റാംബോ പാരിക്ക് പാരിക്ക് ആക്കില്ല ഒന്ന് പാരിക്ക് ബാക്കിലോട്ടിരി ഞാൻ പറിക്കും. രാമ തമാശ ലൈവല്ലോ. ഒക്കെ എന്റെ ഞാൻ ഇപ്പൊ നിർത്തിപ്പോ ചാരീരി ഇത് നോക്ക് എടുത്തതായി ചോര ഈ സാധനത്തിലൂടെ ഇതാ വരുന്ന ചാരീരിയുടെ അടിപ്പാസ് ഇപ്പോഴും പോയി ചാരീരി. ഇതെന്താ ഞാൻ ഇനി ഇതെന്താ ചെയ്യേണ്ട? ഇത് പാരിക്ക് വേം പാരിക്ക് വേം പാരിക്ക് വേം പാരിക്ക് വേം പാരിക്ക് വേം പാരിക്ക് വേം പാരിക്ക് പാരിക്ക്. ജാസി നീ എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല, നീ സഹിച്ചോ. കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി വലിയ പെയിൻ നീ അനുഭവിച്ചാണ്. അത് എന്തോ കുഴപ്പമില്ല, നീ വലിയൊരു കടങ്ങിൽ വീഴുന്ന പോലെ ആലോചിച്ചാൽ മതി. കടങ്ങിൽ വീണ് കടങ്ങിൽ വീണ് കടങ്ങിൽ വീണ് കടങ്ങിൽ വീണ്. നീ ഇവിടെ പിടിച്ചോ മറ്റേ പണ്ടത്തെ ബാർബർ ഷോപ്പ് വരക്കുന്ന പോലത്തെ അതിനെക്കാട്ടും നല്ലത് കിടന്ന് ജാസി ജാസി വേനസു വേനസീനില്ല വേനസീനില്ല സീനില്ല വേനസീനില്ല വേനസീനില്ല. എടാ എടാ മറ്റേ സാധനം എടുത്തു. ഇതെന്താ ചലഞ്ചല്ല മാറിയിട്ട് ഇങ്ങനെ ആയാ? നീ പിന്നെ എന്തിനാ നിക്ക് 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 നിർത്ത നിർത്ത നിർത്താ നിർത്ത നിർത്ത രണ്ടാക്കും നിർത്താ. അവൻ്റെ കുറെ എൻ്റെ കാല് നോക്ക്. സർജറി ചെയ്യുമ്പം ഇതാക്കണ കണക്ക്. എടാ ഈ തൊടയെന്ന് പറിച്ചിട്ട് ഇവിടെ ഒട്ടിട്ടാ. അവൻ്റെ കുറെ ചലഞ്ച് കൊണ്ടവ ഇറങ്ങും. മതി എൻ്റെ ചലഞ്ച് വിട്ടോ. ചലഞ്ചാണ് പോലും. എത്ര നല്ലൊരു ലൈവായിരുന്നു. എന്തും ഇങ്ങനെ ആക്കി വെച്ചിന്. ലൈവിനവൻ തൊലച്ച്. നീ സ്പിന്നിങ് ബോർഡ് വേണ്ടല്ലോ. ഇത്തിരി വെള്ളം തരുമോ? അവിടെ സ്പിൻ ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇരുന്നോട്ട്. എന്ത് സ്പിൻ ചെയ്യാം? നിന്നെ സ്പിൻ ചെയ്യുന്നത് തമാശ ആയിക്കല്ല. നമുക്ക് രേഖ എന്തെങ്കിലും പാട്ടും ഇത് നീ കൊണ്ടുവന്ന എടാ പൊട്ട അടുത്തേരും നമ്മളെന്താ എന്താ സേനപ്പാ അള്ളാന്റെ മുത്തേ. ഓ അല്ല മൻസൂർക്കാക്ക് ഒരു പണി എന്തായാലും കൊടുക്കണം. മൻസൂർക്ക സത്യം പറയാം, ഞാൻ വാക്സിൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം അല്ല, ഒരു കാര്യം എന്നല്ല, ഇത് നിങ്ങൾക്ക് സംഭവം ഇത് മനസ്സിലായില്ലേ? ഇത് വിസിൽ വായിൽ വെക്കും, ബേക്കിൽ സാധനം വെച്ചിട്ട് അടിക്കും. അടിച്ചിട്ട് വായി അഥവാ ഇതാ വേദന കൊണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വേദന കൊണ്ട് മിണ്ടല്ല വേദന കൊണ്ട് ഇങ്ങനെ വന്നു പോയാൽ പിന്നെ അതേ അടി അടിക്കും. എപ്പോഴാണോ റബ്ബർ ബാൻഡ് കൊണ്ട് പുറത്ത് അടി കിട്ടുന്നത് അപ്പം മിണ്ടാണ്ടിക്കുന്നത്, സഹിച്ചിട്ട് വിസിൽ അടിക്കാണ്ട് നിൽക്കുന്നത്, അപ്പോൾ കൈമാറും. ഓക്കെ, അപ്പോൾ അടിക്കാതെ ഒന്ന് ഇവിടെ ബാക്കോട്ട് നോക്കരുത്. നിക്ക് ഞാൻ പറയുന്ന പോലെ കേക്ക്. ഇവിടെ നിക്ക്, ഇങ്ങനെ നിക്ക്, കുറച്ച് ഞാൻ പറയും. ഇതാണ് ഇതിന്റെ പൊസിഷൻ. അവർക്കും കൂടി കാണണ്ടടാ. പണ്ടാരപ്പെട്ടിയൊക്കെ ഒന്ന് കയറ്റി വെച്ചാൽ മോനെ. ഓക്കെ അല്ലേ? ഒന്ന് ഇങ്ങനെ ഒന്നോ ഓക്കെ. ഇല്ലേ വേണ്ട, അടി കിട്ടുന്ന കാണണം. ഇങ്ങനെ എന്നാ മതി. ഓക്കെ, ഞാൻ റെഡിയല്ല. ഓക്കെ. ബേക്കോട്ടല്ല, നീ മുമ്പോട്ടേക്ക്. ജാസി പറയുന്ന പോലെ ചെയ്യും. പുറത്ത് നല്ല അടി. ഓക്കെ, വായിൽ വിസിൽ വെക്കടോ. കൈ എടുത്തിട്ട് ഈ ഒന്ന് പിടിച്ചോ, ഒന്ന് സ്റ്റഡി ആയിട്ട് സ്റ്റാൻഡേർഡ് അറ്റൻഷൻ. ഓക്കെ. അതൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ലൂസാക്കിയാ. ഒന്ന് മനസ്സ് ശാന്തമായി നിന്ന്
മനസ്സ് ശാന്തമായി നിന്ന് മനസ്സിൽ പൂക്കളും നല്ല കളകളം ഒഴുകുന്ന അരുവിയൊക്കെ ചിന്തിച്ച് ഒന്ന് മനസ്സ് ശാന്തതയോടെ ഇതാ ഈ വേദന എത്രത്തോളം ഉണ്ടെന്ന് ഫീൽ ചെയ്തോ നടുപ്പുറം പൊളിയുന്ന രീതിയിലാണെന്ന് വിചാരിച്ചോ അടുത്ത അടിയുണ്ട് വായിൽ വിസിൽ വെക്കാൻ വിസിൽ പിന്നെ തന്നതാ വിസിൽ വായിൽ വെക്ക് മോനെ വിസിൽ വായിൽ വെച്ച് കഴിഞ്ഞാൽ പി വരും അത് വെക്കാത്തോണ്ട് ഓന്ന് വന്നു വെക്ക് നെക്സ്റ്റ് ചലഞ്ച് ജാസി പിൻബോർഡ് സെറ്റ് ചെയ്യൂ പിൻബോർഡ് കറക്കൂ ജാസി നമുക്ക് എന്റർടൈൻമെന്റ് അല്ലേ മൻസൂർക്ക് സെറ്റ് ചെയ്തല്ലേ പൊരിശാക്കപ്പെട്ട മോനെ നടുപ്പുറം അങ്ങോട്ട് വെച്ചാ ഒന്നിങ്ങോട്ട് ഈ റൂൾസ് റെഗുലേഷൻസ് ആർക്കുമില്ല എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ വിസിൽ വായിൽ വെക്ക് ഇത് റൂൾസ് തെറ്റിക്കരുത് പിന്നെ ഞാനും തെറ്റിക്കും നല്ല വേദനയുണ്ട് പയ്യെ വിട് വളരെ മാന്യമായിട്ട് ബാക്ക് ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം ജാസിനോട് പറഞ്ഞത് വേണ്ട നൈസായിട്ട് ഒഴിവാക്കാൻ വേറെ സ്റ്റേക്കാന്ന് വരെ ഞാൻ പറഞ്ഞു നിന്റെ ആവേശം കൊണ്ടും നിന്റെ കടുത്ത മാംസൃതമായ പുറം കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഒരു പാട് വന്നിട്ടുണ്ടല്ലോ പണ്ടാരപ്പെട്ടി പൊന്തിച്ച് വെക്കൂമനെ ലീക്കാവല്ല ഒന്ന് പൊരിശാക്കപ്പെട്ട പുറം വന്ന് അങ്ങോട്ട് വെക്കൂ ഒന്ന് കുറച്ചൊന്ന് ചിരിച്ചു വെച്ചേ അമ്മയും ഉമ്മയൊക്കെ ഞമ്മക്കുണ്ട് മോനെ എൻ്റെ ഉമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിളിച്ചിട്ട് ഉമ്മാൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം നീ ഒന്ന് വിസിൽ വായിൽ വെച്ചാ ഒന്ന് വായിൽ വിസിൽ വെക്കോനെ വായിൽ വിസിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാലോ ഇതേപോലത്തെ 5 അടി പുറത്തു കിട്ടും പുതിയ റൂളാണ് എനിക്കും ബാധകം വായിൽ വിസിൽ എടുത്തു കഴിഞ്ഞാൽ 5 അടി പുറത്തു കിട്ടും ഓക്കെ ആണോ ഓക്കെ എടാ ദ്രോണന്റെ ഒരു മ്യൂസിക് വെക്കാൻ പറ്റുമോ ദ്രോണാചാര്യന്റെ അഖിലെ ഒന്ന് സെറ്റ് ചെയ്താ അതാവുമ്പോ നമുക്ക് ഈ ഫീല് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വരും ഇല്ലേ വേണ എന്നാ വേണ്ട അഖില വേണ്ട അപ്പൊ കുറച്ച് ഒന്ന് ഫീൽ ചെയ്തേ ഇത് ഏത് രീതിയിലായിരിക്കും താങ്കളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ വേദന ഓക്കെ വന്ന് ചെറുങ്ങനെ വിസിൽ വന്ന് ബാക്ക് എന്താടാ മോനെ അല്ല മതി വിട് നില്ലടാ വിടാൻ പറഞ്ഞു തിരിയടാ വിട് നീ വിസിലടിക്ക് ഒരു മിനിറ്റ് നിനക്ക് ഇത് പിന്നെ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ ഞാൻ പറയുന്ന അല്ല അതല്ല ഇത് പോയിന്റ് ശേഷം ഇവിടെ വരുത്താൻ പറ്റൂലോ ജാസി ഇട്ടേ നിക്ക ഒരു മിനിറ്റ് ഇതില്ലേ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് അതല്ല നിക്ക ഒരു മിനിറ്റ് ആയില്ല ഞാൻ പറയുമ്പോ ഇട്ടാ മതിയാ നിക്ക പിടി ഒരു മിനിറ്റ് നിക്കടാ നിക്ക അല്ല നിക്ക് അതല്ല അത് നമുക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ നിക്കാലോ ഒരു മിനിറ്റ് ഇതെങ്ങനെ ഇതിങ്ങനെ നിർത്തുന്നത് എങ്ങനെയാ ഇതിപ്പോ കളി ഇപ്പൊ നമ്മളിങ്ങനെ പോയി ഞാനിപ്പോ അടുത്ത വിസിൽ വന്നു എത്ര റൗണ്ടാ അടിച്ചില്ലെങ്കിൽ കഴിഞ്ഞു ഓക്കെ നിക്ക ഒരു മിനിറ്റ് ഇത് ലാഗാക്കാൻ പറ്റില്ല ജാസി എന്താ അടിക്കണ 1 മണിക്കൂറാ നിനക്ക് ഒരു മിനിറ്റ് തോളിയിട്ടെ ശ്രീരാമൻ മമ്പിറിനണക്ക് നീ ഇത് പോണോ എടാ നേരത്തില്ല നേരത്തില്ല കൈ നേരെ എടാ എവിടെ പാടവിടെ മോന്റെ പാടെടുത്തു എണി വാ എണി വാ നിക്ക് എന്ത് വേണം എന്ത് വേണം കുട്ടാ പാട്ട് ഇട്ടിട്ട് ഏത് കുട്ടാ ഗുരുവായൂരമ്പല നടയിൽ ഞാൻ കൊണ്ടുപോവാ ഇപ്പൊ ഇവിടെ നിക്ക് ഇതാ ഇട്ടോ
ഇട്ട് നിക്കടേ നിക്കടേ എടാ കമ്പെടുത്ത് നിക്ക് മുമ്പിലേക്ക് ആക്കിയാ മതിയാ നിക്കട നല്ല എന്താ 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 മോനെ എന്താ പൊന്നു മോനെ എന്നെ എത്ര മണം അടിച്ച് അല്ല എങ്ങനെ ഫിസിൽ വായിന്ന് എടുത്തപ്പം അടിച്ച് കയറ്റിയില്ലേ നില്ല് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് എൻ്റെ ഒരു ആഗ്രഹം എന്താ ആഗ്രഹം ഒന്നും വിചാരിക്കരുത് ഒരാഗ്രഹം എന്താ പാവക്കിന്നണോ അല്ല ഒരാഗ്രഹം എന്തായാലും ഞാനിത് അനുഭവിക്കാൻ ഇത് ഒരിക്കലും ഒന്ന് മധുരം തിന്നോ വായിൽ വെക്കല്ലേ തിന്നോ വായിൽ വെക്കാൻ പറ്റൂല വായിൽ വെക്കാണ്ട് തിന്നോ തിന്നിറക്കണം അടിക്കുന്ന സമയത്ത് വായിൽ കാണാൻ പാടില്ല മധുരം തിന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കഴിച്ചാ മോൻ കഴിച്ചാ നീയും തിന്നു മാമുണ്ടാ നീ തിന്നു കഴിച്ച എനിക്ക് വേണ്ട മനസ്സ് എനിക്ക് വേണ്ട എടാ നില്ലടാ ക്രൂരതാക്കലടാ എടാ ഇങ്ങ് ബാക്കി വരാൻ പാടില്ലേ ഇവിടെ നിക്കണേ ഇവിടെ നനങ്ങാൻ പാടില്ലേ എടാ മുന്നേ ഇവിടെ നനങ്ങിയ ഫൗളാണ് പിന്നെയും കിട്ടും ഒരു മിനിറ്റ് നായിന്റെ മോൻ ബാക്കിലോട്ട് പറഞ്ഞു ഫ്രണ്ടിൽ കയറിക്കേ എനിക്ക് മോനെ എന്താ കമ്പറ തമാശ എന്ത് തമാശ എവിടെ ഓഹോ എടാ ഒന്നിത് പിടിച്ചാടാ പിടിച്ച എന്റെ മോന്റെ മക്കള് മതിയാ ആര് മതി എന്ന് പറയുമ്പോള്ള ഒരു മതിയില്ല സ്റ്റോപ്പില്ല ഇത് ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാവർക്കും പാലിക്കാനുള്ളതാണ് ഇതിന്റെ റൂൾസ് എല്ലാം എല്ലാവർക്കുമേ ബാധകം വിട് നിനക്ക് ഞാൻ ഒരു കാര്യം പറയാം ഈ വടി കൊണ്ട് എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ ഏത് വടി ഒരു 10 പ്രാവശ്യം ഏത് വടി ഇതിനെ കൊണ്ട് ഞാൻ അടിക്കാം നീ അത് ഇത് പിടി അടിച്ചപ്പോ നല്ല സുഖമായിരുന്നു നല്ല കുട്ടന് ഞാൻ ഒരു ചലഞ്ചിന്റെ എന്താ നേരെ മോനിനി എന്താ വേണ്ട വെള്ളം വേണോ മാമുണ്ണാൻ പാടുമ്പോൾ ഓടിപ്പാനെത്തും ബാബാവോ പാടുമ്പോൾ ചായുറങ്ങും എന്താ വേണ്ട വെള്ളം വേണോ മോന് എടാ സോനാക്കോട്ട ഒന്ന് നിർത്താം ഈ സോനാക്കോട്ട ഈ സാഹചര്യങ്ങൾ വേണ്ട സോനാക്കോട്ട വേണ്ട എന്താ വേണ്ട ഞാൻ ഇതൊന്നുന്നില്ലല്ലോ മോനെ എവിടെ നോക്കട്ടെ ചേട്ടോ നോക്കട്ടെ എവിടെ വേദനയൊന്നും ഇല്ലല്ലോ വേണ്ടടാ വേദനയൊന്നും ഇല്ലല്ലോ വേദനയൊന്നും ഇല്ലല്ലോ ഇവര് നിന്റെ കാണിച്ചോ ഒന്ന് കാണിച്ചു കൊടുത്തേ ആ പച്ച കുത്തിയത് എങ്ങനെയുണ്ട് പണ്ടാരപ്പെട്ടി മോടെ കിട്ടിയില്ലേ നമുക്ക് സന്തോഷമല്ലേ മോന് സന്തോഷമല്ലേ ഇനി എന്തൊക്കെയാ മോന്റെ സ്പിന്നിങ് ചലഞ്ചിൽ ഉള്ളത് ബാക്കി ഇല്ല ആ ബെയറിങ്ങിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ആ കംപ്ലൈന്റ് ശരിയാക്കാം മൊയ്തീനെ ആ സ്പാൻഡർ ഇങ്ങോട്ട് അടിക്കി മോൻ പെട്ടെന്ന് ശരിയാക്കി ഞാൻ പറയുന്നത് പെട്ടെന്ന് സമയമില്ല ഇനി സ്പിന്നു വേണോ
പിന്നെ സ്പിന്ന് വേണം. സ്പിന്ന് ഇവൻ ചെയ്യട്ടാ, കൂട്ടുകാരൻ ഇവൻ ചെയ്യട്ടെ. സ്പിന്ന് ജാസി തന്നെ ചെയ്യണമെന്നാണ് മോനെ. எந்த மாதிரி இந்த சொல்லுங்க. ஃபர்ஸ்ட் உங்க ஸ்பின் யாரு கறக்கி? ഞാൻ കറക്കി. അടുത്ത സ്പിൻ ആര് കറക്കി? നീ കറക്കി. അതിന്റെ അടുത്ത സ്പിന്ന് ഞാൻ കറക്കി. ഫസ്റ്റ് സ്പിന്ന് ഞാൻ കറക്കി. ഫസ്റ്റ് നീ കറക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ കറക്കി. ഫസ്റ്റ് സ്പിന്ന് ഞാൻ കറക്കിയത്, സെക്കൻഡ് സ്പിന്ന് നീ കറക്കി, തേർഡ് സ്പിന്ന് ഞാൻ കറക്കി. മൂന്നാമത്തെ സ്പിന്ന് ഞാനല്ലേ കറക്കിയേ? ഫസ്റ്റ് സ്പിന്ന് ഞാൻ കറക്കി, സെക്കൻഡ് സ്പിന്ന് ജാസി കറക്കി, മൂന്നാമത്തെ ഞാനാ കറക്കി. ഞാനല്ലേ ഫസ്റ്റ് വലിച്ചു വിട്ട് അടി കൊണ്ടത്, നീ മറന്നുപോയാ? അടി കൊണ്ട് അത് പോളിട്ടിട്ടാ. ആ പോൾ ഇട്ടപ്പോഴും അങ്ങനെ വന്നാ. ഞാൻ ആരെ കറക്കണ്ട പറഞ്ഞു, ആരെ കറക്കണ്ടേ? ജാസി സ്പിൻ, ജാസി പറയല്ലേ അല്ല വേണ്ട, ജാസി സ്പിൻ. സ്പിന്നിൽ വലിയ സംഭവം. ഓക്കെ, ഞാൻ സ്പിൻ ചെയ്ത സ്പിൻ. സ്പിന്ന് ബാ സ്പിന്ന്. എന്നെ പേടിച്ചോടും എണി. ഇനി വാണോ? ആര് വേണം? നീയാണ് വേണം. എണി. ഓക്കേ, റെഡി ഗൈസ്. ആവേശം തിരിച്ചു വന്നിരിക്കുന്നു. ഓവറാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ചാൽ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെയാണ് ഇത്. നിക്ക്, ഇത് കറക്കട്ടെ. ഞാനല്ലേ കറക്കട്ടെ? ഇതാ, ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ ഈ സാധനം കറക്കാൻ പോവാണ്. ഇനി സാധനം വേണ്ട. എന്നെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ. എന്താ സാധനം? എന്താ? റബ്ബർ ബാൻഡ് ചലഞ്ച്. നീ അത് പിന്നെയും കറക്കുന്നുണ്ടോ? ഞാൻ കറക്കണൊന്നുമില്ല. ഇല്ല, ഈ ബാക്ക് ചലഞ്ച് റബ്ബർ ബാൻഡ്. ഇത് ഒരു മിനിറ്റ് ടൈറ്റ് ആക്കട്ടെ. മാറിന്നേ. ഇത് വീണ്ടും ഒന്ന് ടൈറ്റ് ആക്കട്ടെ. ഇതിലെന്തായാലും വേറെ ഒന്ന് കിട്ടും. ഞാൻ ഈ പറയുന്നത് സ്പിൻ ബോർഡ് അടക്കം എന്തൊക്കെയോ പറയുന്നുണ്ട്, വേണ്ടെന്നല്ല. എന്താ ലെറ്റർ ചലഞ്ചാ? ലെറ്റർ ചലഞ്ച് കുറച്ച് ഫണ്ണി ആയിരിക്കും. ലെറ്റർ ചലഞ്ച് എന്താ? ലെറ്റർ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കോട്ട് വെക്ക്, നീ ഇവിടെ മോനൊന്നും കൊണ്ട് മാറ്റി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം പറയും. പറഞ്ഞിട്ട് ആ അക്ഷരം ഞാൻ പിന്നെ ചോദിക്കുന്ന കംപ്ലീറ്റ് ചോദ്യങ്ങൾ മൊത്തം അക്ഷരത്തിൽ തന്നെ പറയണം. എന്താ? ഞാൻ ചിലപ്പോൾ ഒരു എന്താ പറയുക 10-15 ചോദ്യം ചോദിക്കും. എന്താ പറയുന്നത്? ഡിസ്കോഡ് കയറാം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് ഡിസ്കോഡിലേക്ക് കയറുന്നത്. ഇതും കൂടി ചലഞ്ച് കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫാസ്റ്റ് ആക്കാം. ഞാൻ ചോദിക്കട്ടെ. ഫസ്റ്റ് നീ ഇരുന്നോ. ഓക്കെ, ഞാൻ എന്ത് അക്ഷരം വെച്ച് ചോദിച്ചാലും പിന്നെ നീ പറയേണ്ട കംപ്ലീറ്റ് അക്ഷരത്തെ പറ്റിയിരിക്കും. അപ്പം തോറ്റാല് ഇപ്പൊ എന്താ ചെയ്യാ? തോറ്റാല് ഈ സാധനം കൊണ്ട് ഒരു 5 അടി. ഓക്കെ, എടുത്തു. ഈ സാധനം കൊണ്ട് 5 അടിന്റെ പുറത്ത് സഹിച്ചോളൂ. ഓക്കെ, അപ്പോൾ പിന്നെ അത് അടി കൊള്ളുമ്പോൾ തിരിഞ്ഞോളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എത്ര ചോദ്യം അറിയോ? 10 ചോദ്യം ചോദിക്കും. 10 ചോദ്യത്തിൽ സ്പീഡ് പറയണം. പിന്നെ അതേപോലെ തന്നെ അതിൽ എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടി കിട്ടും. ഒന്നിന് 5 അടിയാ. 5 അടി വേണ്ട, 2 അടി. പിന്നെ ഇന്നലെ എവിടെ പോയിന് നീ? അല്ല, നിനക്ക് ഫസ്റ്റ് അക്ഷരം സാ ആണ്. സാ വെച്ചിട്ട് പറയാൻ പറ്റും. ഇന്നലെ നീ അവിടെ പോയി. സാഹദിന്റെ സാ. ഇന്നലെ നീ അവിടെ പോയിന്? സരസൂനെ കാണാൻ. ഒന്ന്. പിന്നെ സ്ഥലം എന്താ? ശംഖുമുഖം. പിന്നെ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പേരെന്താ? സാമ്പാർ. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഏതിലാ നീ പോയിനി? സൈക്കിളിൽ. പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ ചോദിക്കാനുള്ള വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഡ്രസ്സില്ലേ അത് ഏതായിരുന്നു? സിൽക്ക്. അതിന് കളറോ? സച്ച. അല്ല, സച്ച എന്നുള്ളൊരു കളർ ലോകത്തില്ല. 2 അടി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള മീനിന്റെ പേരെന്താ? സാൽമൺ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മൊത്തം 7 ചോദ്യമായി. പിന്നെ ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പിന്നെ ഇത് അതായത് പിന്നെ നിനക്ക് നീ വീട്ടിൽ പോവല്ലോ. വീട്ടിൽ പോകുന്ന സമയത്തിൻ്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? സേട്ടൻ, സേച്ചി. തമിഴൻ. ചേട്ടൻ സേസിയ. മലയാളത്തിലേ പറയാൻ പറ്റൂ, സാ ഉപയോഗിക്കണം. അണ്ണൻ തമ്പി നല്ലേടാ. നീ മലയാളിയല്ലടാ. അപ്പോൾ ഇപ്പൊ 8 ചോദ്യമായി. 2 ചോദ്യം കൂടി ബാക്കിയുണ്ട്. പിന്നെ വേറൊരു കാര്യം നിന്നോട് ചോദിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താ അറിയോ? അതായത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പിന്നെ ഡ്രസ്സ് ഏതാ? സാരി.
ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. അതായത് നിനക്ക് ഏറ്റവും പിന്നെ ഇപ്പൊ നീ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നീ ആരെങ്കിലും ഒരാളെ കാണാൻ പോവല്ലോ, അയാളിൽ നിന്ന് നീ എന്താ പ്രതീക്ഷിക്കുന്നത്? സുന്നത്ത് കല്യാണം കൂടെ. ഓക്കെ, ഇരി അത്യാവശ്യം സാമാന്യതയുള്ള ഇത് ചോദിക്കണേ. അക്ഷരം വേറെ ഏതും പറയരുത്. ഓക്കെ, നിന്റെ അക്ഷരം എന്താണെന്നറിയാമോ? പറ. പറ. ഇഷ്ടപ്പെട്ട സ്ഥലം? റൂബിഗഡ്. 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 റൂബിഗട്ടാ? രണ്ടടിയാ? എന്താ എന്താ രണ്ടടിയാ? റൂബിഗട്ടാ? ഇഷ്ടപ്പെട്ട ഫുഡ്? റവ. റവ, നല്ല റവ. പിന്നെ ഇഷ്ടപ്പെട്ട വണ്ടി? വണ്ടി പിന്നെ റോൾസ് റോയ്സർ. ഇഷ്ടപ്പെട്ട കളർ? കളറ് ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഭയങ്കര ഇഷ്ടമാണ്. റെഡ് അത് കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന വാക്കുകളായാലും മതി. അത്യാവശ്യം സാധാരണ ഉപയോഗിക്കുന്നത്. നിന്റെ അനിയന്റെ പേര്? എൻ്റെ അനിയൻ്റെ റാഷിദ്. എന്തേ പറ. 5 അഞ്ചെണ്ണായി. ഇപ്പം 5 എണ്ണായി. ഓക്കെ. ഇഷ്ടപ്പെട്ട വേണ്ട, ഇതെന്താ എല്ലാം ഇഷ്ടപ്പെട്ട ചോദിക്ക്. നീ എന്ത് ചോദിച്ചാൽ ഞാൻ ആരാലും പറയും. പറ, ചോദിക്ക്. നിന്റെ ഏതിന്റെ ഷൂസാ നിന്റെ കയ്യിലുള്ള? എന്റേത് റോൾസ് റോയ്സിന്റെ. റോൾസ് റോയ്സിന്റെ ഷൂസാ? ഒരിക്കലും ഇല്ലാത്ത സാധനം പറയണം. റോൾസിന്റെ കൊട നീ കണ്ടില്ല? റോൾസ് റോയ്സിന്റെ കൊടയുണ്ട്, ഷൂസ് ഇല്ല. ഷൂസ് ഉണ്ടാവും. മോനെ അമീർ ഖാന്റെ കൈമേൽ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാ ശരി, ഓക്കെ. അടുത്ത 6 റാ വെച്ച് ഒരു പാട്ട് പാട്. റാബിയ റാബിയ. അങ്ങനെ ഒരു പാട്ടില്ല. ഇങ്ങനെ ഇല്ല, ഇതില്ല. ഈ 2 അടി കൊണ്ടൂല. നീ കൈ എന്തോ നീ എങ്ങാ പോണ പൂരപ്പറമ്പില്ല. കൈ താഴെ ഇവിടെ അടിച്ചോ. മറ്റേ പിടിക്കണം. ഞാൻ ഓവറാക്കും. ഇത് പിന്നെ നീ എന്താ കാണിക്കണ? അടുത്ത വേറെ എത്ര? 7. ഒരു കടലിന്റെ പേര്? കടലിന്റെ പേര് റൂയിസ് കനാൽ. അങ്ങനെ ഒരു സാധനം ഇല്ല. റൂയിസ് കനാലുണ്ട്. അത് കടലാണ്. റൂയിസ് കനാൽ എന്ന് പറഞ്ഞ കനാലാണ് മോനെ. റൂയിസിന്റെ കനാലൊന്നുമില്ല. റൂയിസിന്റെ വീട്ടിന്റെ ബാക്കിൽ കൂടെ പോണ ഡ്രെയിനേജിന് നീ റൂയിസ് കനാൽ നടക്കൂല മോനെ, നടക്കൂല. ഇതിന് തെറ്റുണ്ടെങ്കിൽ റൂയിസ് കനാൽ ഇത് എവിടെയാ? ഇത് കായലിലല്ല, കടലില്ല. ഇത് കടലിലുള്ള സ്ഥലമാണ്. ഇത് കപ്പലുകൾക്ക് പോകാൻ വേണ്ടിട്ട് എത്രയോ കിലോമീറ്റർ ചുറ്റി പോകുന്നതിന് പകരം ഡയറക്റ്റ് പോകാൻ വേണ്ടിട്ട് ചെയ്തൊരു സംവിധാനം. ഇല്ല അവന്റെ കനാല്. അടുത്ത പിന്നെ 8 നിങ്ങൾക്കും അറിയില്ല. റൂയിസ് കനാലും അറിയില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇത് ചോദിച്ചടാ. ഞാൻ ഇനി എന്താ 2 ചോദ്യം എന്താ ഇവന്റെ അടുത്ത് ചോദിക്കുക? 2 ചോദ്യം എന്താ ഞാൻ ചോദിക്കുക? ഇഷ്ടപ്പെട്ട മൃഗം? നമുക്ക് അത് ഇംഗ്ലീഷിൽ പറയാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മലയാളത്തിൽ പറയണം. റാബിറ്റ് ആയിക്കൂടെ? മലയാളത്തിൽ പറയണം. ഇഷ്ടപ്പെട്ട മൃഗത്തിന് മൃഗം എന്ന് പറഞ്ഞാൽ അത് റാബിറ്റ് ഒന്നും മൃഗമല്ല. അങ്ങനെയുണ്ട്. റായല്ലേ? ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് റിസാഫ്. ഞാൻ പറഞ്ഞ ജിറാഫിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പ്. 2 അടി. 2 അടിക്ക് നീ 3 അടി അടിച്ചിന്. അത് ഇതിനെ കൊണ്ടോ ഇതിന്റെ ഒരടി എന്ന് പറഞ്ഞാൽ മറ്റേ 4 അടിക്ക് തുല്യ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇല്ല, 9 ആയിട്ടുള്ളൂ. ഒരു ചോദ്യം എന്താ തീരാത്ത? അതുണ്ട്. അത് ചോദിക്കണ്ട, പെട്ടെന്ന് കിട്ടും. വേറൊരു ചോദ്യം ചോദിച്ചേ. എന്താ പറയോ? എന്താ
കോമരം തുള്ളുന്നാ നീ ബാ പെട്ടെന്ന് ഒരു ചോദ്യം. എന്തായാലും ഞാൻ പറയും. ഇഷ്ടപ്പെട്ട വേണ്ട. എന്താ പറ. വീട്ടിലാരൊക്കെ ഉണ്ട് മോനെ? എൻ്റെ വീട്ടിലാ? ആ, എൻ്റെ വീട്ടില് ഇപ്പോ നമുക്ക് സാധാരണ അറിയാം അക്ഷരം റായല്ലേ. എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ റാഷിദ് ഉണ്ട്. റാഷിദ് അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? റാഷിദ് ആരാ? അങ്ങനെ റാഷിദ. ഇത് ഇങ്ങനെ ഒറ്റ ചോദ്യം. പേരല്ലേ ചോദിച്ചാ? എനിക്ക് പേരറിയണ്ട. ചോദ്യം എങ്ങനെയാണ്? ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതിന് നീ എന്നെ അടിക്കാൻ പാടില്ല തമിഴ് പറഞ്ഞെന്നും പറഞ്ഞ് മാറി. എടാ ഞാൻ ഒന്ന് റാഷിദ് പറഞ്ഞു. ഇതെന്താ? അത് ഫൗളാ. ഓക്കെ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ് വേണ്ട. ഇനി സ്പിൻ വീലിൽ ഒരെണ്ണം കൂടെ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോ ഇല്ല. ലെഫ്റ്റ് ഓർ റൈറ്റിൽ എന്താ സംഭവം? എനിക്ക് മുമ്പിൽ എടുത്തിരിക്കും, ബേക്കിന്ന് 2 സാധനത്തിൽ കാണിക്കും. അപ്പൊ കാണിക്കുന്നത് ഈ പറഞ്ഞ കൈപ്പൊക്കിയും ചെറുനാരങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാ. ഉപ്പ്, പഞ്ചസാര, ചെറുനാരങ്ങ, പഴം. എടാ അത് വേണ്ടടാ. എടാ ഇത് നമുക്ക് DC വരെ. DC എന്തെല്ലാം ഉള്ളത്? DC ഒന്നുമില്ല. ലെഫ്റ്റ് ഓർ റൈറ്റ് വേണോ മുത്തേ? ലെഫ്റ്റ് ഓർ റൈറ്റ് വേണോ? സ്പിന്നി. നിന്റെ പിരാന്ത പൊട്ട. ലൈവ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടില്ല നീ ഓവറായിട്ട് എന്തല്ലോ കാണിക്കുന്നത്. അത് നിനക്കാണ് അല്ലെങ്കിൽ വരുന്നെങ്കിലോ? എടാ നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞാൻ പറയണം. അപ്പൊ ഇവ എന്നെ അടിക്കണ്ട നോക്കടാ. ഞാനൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് സമർപ്പിക്കുകയാണ്. ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് ചെയ്യാൻ പോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കോഡ് കയറി കുറച്ച് ഇതും കൂടി കണ്ടിട്ട് നമുക്ക് പരിപാടി എടുത്താട്ടാ. ഓക്കെ. നല്ലൊരു ഓറിയോ ഷേക്ക് ഇന്ന് കുടിക്കാം. ഓറിയോ ഷേക്ക് കലക്കി തരാടെങ്കിൽ. അപ്പൊ മുനു ഈ ഓറിയന്റെ ഒപ്പം നമുക്ക് കോംബോ ആയിട്ട് എന്താ കൊടുക്കാൻ പറ്റുക? പേസ്റ്റ്. അപ്പൊ ആ പേസ്റ്റ് എടുത്തു. ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അല്ല പേസ്റ്റ് ഒന്നും തിന്നാൻ പറ്റൂല. പേസ്റ്റ് പല്ലിയൊക്കെ ഉള്ളതാ. പേസ്റ്റ് അല്ലടാ, നമ്മള് പണ്ടൊക്കെ എത്ര പേസ്റ്റ് തിന്നതാ? നമ്മൾ ഇറക്കലില്ലേ? അല്ല ഞാൻ ഇല്ല. ഉണ്ട്, കുറെ പേസ്റ്റ് നമ്മൾ ഇറക്കും. അപ്പൊ ഇതിന്റെ ഒപ്പം വേറെ നമുക്ക് കൊടുക്കാൻ പറ്റുക? പേസ്റ്റ് എടുത്തോടാ, കുറച്ച് പേസ്റ്റ് എടുത്തോ. പിന്നെ ഈ മുട്ടായിന്റെ ഒപ്പം കണ്ടുകൂടാ. മുട്ടായിന്റെ ഒപ്പം എന്താ കൊടുക്കാൻ പറ്റുക? ഞാൻ കണ്ണ് തുറന്നാ വെച്ചിട്ടുള്ള, പക്ഷെ എനിക്ക് കണ്ണൂടാ. ഓക്കെ, റെഡി ആയാ? തുടങ്ങാൻ പോവാണേ. ഇത് തുടങ്ങാൻ പോവാണേ. നിന്റെ ആ പിടിച്ചില്ലേ? ഇതൊക്കെ നീ തിരിയും. ഓക്കെ ആയാ? പക്ഷെ ഇല്ലടാ, ചാറ്റ് കാണുന്നില്ലേ മുനു? ശ്രദ്ധിച്ചേ. അപ്പോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഗൈസ് പിന്നെ ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് സ്റ്റാർട്ടഡ്. ഓക്കെ. അല്ല ഇത് ഒരു മിനിറ്റ്, ലെഫ്റ്റ് ഇതല്ലേ? എന്റെ റൈറ്റ് ഇതാ. ലെഫ്റ്റ് റൈറ്റ്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അങ്ങനെയല്ലല്ലോ. ഇത് ലെഫ്റ്റ്. തിന്നുന്ന കൈ ലെഫ്റ്റ്. തിന്നുന്ന കൈ ലെഫ്റ്റ്, മറ്റേ കൈ റൈറ്റ്. കഴുകുന്ന കൈ ലെഫ്റ്റ്. തിന്നുന്ന കൈ ലെഫ്റ്റ്. ഇവിടെ ചന്തി കഴുകുന്ന കൈ റൈറ്റ്. ഓക്കെ. നീ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കും എല്ലിന്ന്. ഇത് ലെഫ്റ്റ് ഭാഗല്ലേ? അല്ലേ? ഓക്കെ. സാധനം കിട്ടി. എന്നാ ശരി. അല്ലടാ, തിന്നുന്ന കൈയാണ്. തമാശ കളിക്കല ഓവർ. എനിക്ക് സത്യം, എനിക്ക് വലത്തും അടുത്ത് മാത്രം ഈ ലെഫ്റ്റ് റൈറ്റ് അറിയാം. മുനുവിന് അറിയാലോ. ഓക്കെ. നീ ഇങ്ങനെ ആകെ കാണിച്ചാൽ മതി. നീ നേരെ ഇരിക്കും. നേരെ ഇരിക്കാൻ പറഞ്ഞ എന്നെ എങ്ങനെയെങ്കിലും ഇരുത്ത്. ഇല്ല നേരെ. നീ ഓക്കെ. നീ ഒന്ന് പൊന്തിച്ചുടിച്ചാ. പൊന്തിച്ചുടി. ഓക്കെ. ഇതൊന്ന് പൊക്ക്. ഈ കസേര ഒന്ന് പൊക്ക്. ഇത് നീ ഇരുന്നോണ്ട് താന്നതാണ്. ഇത്രയും കിൻഡൽ കണക്കിനില്ല. ഓക്കെ, ഇരുന്നോ. ഓക്കെ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓക്കെ, നിൽക്കേ. കള്ളക്കളിയില്ലേ മോനെല്ലാം ചാറ്റ് കാണുന്നുണ്ട്. പണ്ടൊരു നാളിൽ കുഞ്ചൻ നമ്പ്യാർ പഠിക്കാൻ പോയ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് കോംബോ കഴിഞ്ഞ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഓക്കെ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. തിന്നോ തിന്നോ. ഓക്കെ, നിൽക്കേ. അടുത്ത ലെഫ്റ്റ് ഓർ റൈറ്റ്? അഗൈൻ ലെഫ്റ്റ്. ഓക്കെ. இன்னைக்கு ஒரு புடி எல்லாரும் வாங்க.
ലെഫ്റ്റ് റൈറ്റ്? റൈറ്റ്. അതെന്തോ കനത്തിലുണ്ട്, എന്തോ തിന്നാൻ പറ്റിയ സാധനമാണ്. ഓക്കെ, നീ കണ്ണുറക്കല്ലേ? ഇല്ലടാ, ഞാൻ അങ്ങനെയൊന്നും കാണിക്കൂല. നിക്കേ, കണ്ണുറക്കാൻ പാടില്ല, ഒരു രീതിയിലും കണ്ണുറക്കരുതേ. തീരാറായ നിക്കേ, തൊണ്ട വരളുന്നു. ആ എല്ലാം ഇത് കഴിഞ്ഞ് നിക്കേ. എടാ കുറച്ച് വെള്ളം, ആ കുപ്പിയിലൊന്ന് വെള്ളം എടുത്താ. പാലൊഴിച്ചടിയടാ, പാലില്ലേ? പച്ചവെള്ള എനിക്കും നിനക്കെല്ലാം പച്ചവെള്ളം. ഇല്ല, പാലൊഴിച്ചടി, കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. പാലൊഴിക്ക്. ഓക്കെ, നീ കണ്ണിങ്ങനെ വെക്ക്, ഞാൻ അടിക്കട്ടെ. പാലൊഴിച്ചടി. നിനക്ക് പാലല്ല, സർബത്ത് അടിക്കുന്നു. നിക്ക്. ഓക്കെ, ഓടേണ്ട ഓടിത്താളേരെ. അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കരുതേ. പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമനത്തൊരുമ നൽകാം. ഓക്കെ, 2 ക്ലാസ് റോഡാണ് ാടയാളം ചീമക്കൊന്ന പച്ചരിച്ചോറുണ്ട് തുമ്പ വരപ്പത്ത് പണ്ടാര പള്ളക്കുറക്കമില്ല. റോഡാണ് അടി മോനെ. ഓ സെറ്റ്. എന്താ ശരിക്കും നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. പാടാം, ഓക്കെ, നമുക്ക് പാടാം ഇനിയും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം ഇനിയും ഒരു പ്രേമഗാനം. I am singing a song the fly. ഇത് ഫുള്ള് കുടിക്കണേ, നല്ലൊരു രുചിയായിരിക്കും. ഓക്കെ, ഇനി എനിക്ക് തുറക്കാലോ. അല്ല ഇനി തുറക്ക്. ഇല്ലല്ലോ, ഒന്ന് മുമ്പോട്ടിരിക്കും. നീ ഇതങ്ങോട്ട് ബാക്കോട്ട് വന്നു. എന്നെ ആരോ കൊണ്ടിരുത്തിയതാടാ. ഇത് ഫുള്ള് കുടിക്കണം. ഫുള്ള് കുടിക്കണം? ഇല്ലേ, പകുതിയാക്കണോ? പകുതിയാക്ക്. നോക്ക്. എടാ കണ്ണ് തുറക്കട്ടാ, എന്തിനാ എന്നെ പൂട്ടിയിട്ടേക്കണ? കണ്ണ് തുറക്കണോ? കണ്ണ് തുറക്കണോ തുറക്കണ്ടേ? നിങ്ങൾ പറ. തിന്നാൻ പറ്റാത്തൊരു സാധനം. ഓപ്പണല്ലേ? നിക്ക്, ഒരു മിനിറ്റ്. എന്താ പറയണേ? അങ്ങ് കിട്ടി പാടടി കുഞ്ഞിപ്പെണ്ണേ നീ, എൻ കുഞ്ഞിപ്പെണ്ണേ നീ. നോ 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 നോ. എന്താ? ഇല്ലേ, വേണ്ട. തുറക്കണം എന്ന് പറയുന്നുണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ, വിട് എടുത്ത. കുഞ്ഞിപ്പെണ്ണേ നിന്നെ കാണാൻ നല്ല ഷെയ്ക്ക് കൂടിക്കാലോ. ഒന്ന് ഫ്രണ്ടോട്ടിരിക്കുമേ, ഒന്ന് ഫ്രണ്ടോട്ടിരിക്കും. ഓ, അപ്പോൾ റാംബോ കുടിക്കാൻ പോവാണ്. മണക്കൊന്നും ചെയ്യില്ല, മൂക്ക് പൊത്തു പോവാനെ. ഇതിൽ എന്നാ ശരി, ഓക്കെ. നിന്റെ ഷെയ്ക്കാണ്, നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുടിച്ചോ. ഇത് സത്യം. കുടിക്കാൻ പറ്റാത്ത ഒരു, നീ ചാറ്റന് നോക്കുന്നേ, ചാറ്റങ്ങനെ പലതും പറയില്ലേ? സത്യ കുടിക്കാൻ പറ്റാത്ത ഒരു സാധനം ആഡ് ചെയ്തില്ല. ഒരു പ്രിസർവേറ്റീവോ കെമിക്കൽ കണ്ടന്റോ യാതൊന്നുമില്ല. കുടിച്ചിട്ട് എനിക്ക് വന്നെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സമാനം പറയാ. ഞാൻ ഈ ഡ്രസ്സിൽ ഇട്ടിട്ടാ പറയുന്നു. കുടിച്ച നീ പറഞ്ഞതേ നമ്മൾ ആഡ് ആയിട്ടുള്ളൂ. എങ്ങനെ കുറച്ച്? അതന്നെ. ഓറി ഇതെന്താ കുടിക്കണ്ട കുറച്ച്? ഇതെന്താ അപ്പം തന്നെ പോയി? എത്ര അടിപൊളി. നമുക്ക് ചലഞ്ച് നിർത്താലേ? വാ എടാ, ഇതിൻ്റെ അപ്പോൾ ഉള്ളി വേണം. ഒരു പകുതി ഉള്ളി എടുക്കും. ഇതിൻ്റെ കോമ്പോ ഉള്ളി തീർന്നിട്ടാണ്. ബാക്കിയുള്ള എല്ലാ കോമ്പോ ഉണ്ട്. വേറെ ഒന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് കൊല്ലാൻ നോക്കണ നീ എന്നെ. എടാ, നീ പറഞ്ഞത് ആഡ് ചെയ്തില്ലോ, പിന്നെ നീ എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? നീ എന്തിനാ കുറ്റം പറയുന്നത്?
നീ പറഞ്ഞതല്ലേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. കേട്ടെ, നീ പറയാത്ത യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തില്ല. ഇതില് കോംബോ ഇല്ല. നിനക്ക് കോംബോ ഇല്ല. ഇല്ലേ ഇതാ റാംബോ അല്ല, നിനക്ക് തിരിയൂല. മുട്ടന്റെ ഒപ്പം ഉള്ളി നീ തീർന്നിട്ടാളെ. പിന്നെ അല്ല മുട്ട ഉള്ളി തിന്നാൻ പറ്റുന്നതാണ്. ഞാൻ റാംബോക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. റാംബോക്ക് ഞാൻ അങ്ങനെ തിന്നാൻ പറ്റുന്ന സാധനമാവണം. ഞാൻ റാംബോക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഒരു രീതിയിലുള്ള പക്ഷാപാതം ഇതിൽ പാടില്ല. ഓക്കെ, ഈക്വലി നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കില്ലേ ശിവനെ പോലെ മൂന്നാമതൊരു കണ്ണുണ്ട്, അദൃശ്യ കണ്ണെന്ന് പറയാം. അതായത് മായാലോകങ്ങളുള്ളതും പിന്നെ ഒരു പക്ഷേ മനുഷ്യന് അസാധ്യമാകാത്ത രീതിയിലുള്ള പല കാഴ്ചകളും എനിക്ക് എന്താക്കാൻ പറ്റും, എൻ്റെ ജ്ഞാനസിദ്ധിയിലൂടെയും പല രീതിയിൽ ഞാൻ ഗ്രഹിച്ചെടുത്ത പല ഗ്രന്ഥങ്ങളിലെ അറിവുകളിലൂടെ എനിക്ക്. അതുകൊണ്ടല്ലേ ഇതൊന്നും എനിക്ക് സീനുള്ള പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തുടങ്ങാൻ നമുക്ക് കുടിക്കാലോ, നല്ല പരിപാടിയാണോ, ഓറിയോ ബിസ്ക്കറ്റ് പഞ്ചസാര പാലും കൂട്ടി അടിക്കാലോ, നല്ലൊരു രുചിയാണ്. തൂമഞ്ഞേ മായല്ലേ ആകാശം കാണല്ലേ, ഞാനൊന്നും മരിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, ഞാനൊരു പാവാണേ മോനെ. എടാ തിന്നാൻ പറ്റുന്ന റാംബോ, ഞാൻ നിന്റെ ഒരു സാധനവും തിന്നാൻ കഴിക്കാത്ത. അത് നമ്മള് ഒരു മോശമാണ് ഫുഡിനോടും. ഇല്ല മോനെ കഴിക്കാൻ പറ്റുന്ന നീ പറയണ സാധനങ്ങൾ മാത്രമേ ഇടുള്ളൂ. ഞാൻ പറയുന്നതല്ല. ഞാൻ പേസ്റ്റ് നിന്റെ ഉണ്ടായി, ഞാൻ നമ്മൾ ഒഴിവാക്കിയതാ. കാരണം എന്താ അറിയാം, അത് ഓഡിയൻസിനോട് നമ്മൾ ചെയ്യുന്ന മോശം. ഓക്കെ ഏട്ടാ റാംബോ, ആ പറയുന്ന കേൾക്കുന്നുണ്ടോ? അങ്ങനെ നീ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശം ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് മുമ്പോട്ടേക്ക് പോവുക. ആ എനിക്ക് ഭയങ്കര ദഹനത്തിന്റെ പ്രശ്നമുണ്ട്. എന്താ മോനെ ചൊട്ടിയാലും നോക്കുന്നു, കൈ എന്ത് നോക്കാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കാണും, വെറും ഇരുട്ടിന്റെ നിഗൂഢതയിൽ. കണ്ണോർക്കാൻ പറ്റുവാ? ഇല്ല കണ്ണൂർന്ന തലക്ക് കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും നായിന്റെ മോനെ. ഇതിലെന്താ വെള്ളണ്ടാ? ഞാൻ പറഞ്ഞോളൂ, ഞാൻ പൊന്തിക്കും. മാറ്റി വെച്ചാലോ? ലെഫ്റ്റ്. അടുത്ത ഒരു മിനിറ്റ്. നിന്റെ ഇതോ ഇവിടെ നടക്കൂലേ? ഇല്ല ഇനി കുലുക്കൂല. ഇത് ഇവിടെ നടക്കൂലേ നിന്റെ? ഇനി കുലുക്കൂല. ഓക്കേ, ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓ വെരി സിമ്പിൾ. റൈറ്റ്. റൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഓക്കെ അല്ലേ? പിന്നെ നീ മുത്തുമണിയല്ലേടാ. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം പ്രോട്ടീൻ ഷേക്ക്. വെൽക്ം ടു ജാസീസ് ഫുഡ്. ജാസീസ് ഫുഡ്. ഓക്കെ, എല്ലാവരും വാങ്ങോ. വെൽക്കം ടു ജാസി ഫുഡ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓ ഇത് വെരി ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. Right. Yeah. Very nice question, bro. Very nice question, brother. ഓ പൊട്ടിക്കുന്നുണ്ടോ സാധനാണ് ഇത്. നീ പൊളിക്കും മോനെ, പഞ്ചസാര കൊണ്ട് നീ ഇന്ന് കുടിക്കും. പാക്കറ്റിൽ പൊളി സാധനം. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഇത് റൈറ്റ്. Right. I am answer right. Whoa. Right. Okay. Dun. മോനെ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ജ്ഞാനശക്തിൻ്റെ ചില കാര്യങ്ങൾ എനിക്കുണ്ട്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല സാധനങ്ങൾ തന്നെയല്ലേ? എടാ നീ പൊക്കിയത് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് പറ്റൂല. പൊക്കിയത് എന്നല്ല, പൊക്കിയാൽ ചിലപ്പോൾ നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലാ. ഗൈസ്, ഓഡിയൻസ് ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് മാറ്റണം. എന്ത് ഓഡിയൻസ് എന്ത് പറയാ? അവര് കറക്റ്റ് അല്ലേ പറഞ്ഞ? തിന്നാൻ പറ്റാത്ത ഒരു സാധനം ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഭക്ഷണത്തിനോടോ നമ്മളോടും ചെയ്യുന്ന വളരെ പറ്റാത്തതായിട്ടൊന്നുമില്ല. മോനെ തിന്നാൻ പറ്റാത്തപ്പോ അവരെ എടുത്ത് തിന്നാം. ഇല്ല തിന്നാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ചെയ്യല്ലേ റാംബോ? ഞാൻ ഒഴിവാക്കി. തിന്നാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ള? മുനവ്വിറെ, ഈ വീട്ടിൽ സത്യസന്ധനും കുലീനയുമായുള്ള ഒരാൾ നീ ഉള്ളൂ. തിന്നാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിലുള്ള
അല്ലെങ്കിൽ ഇപ്പം മാറ്റണം. തിന്നാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? തിന്നാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രമേ എന്റെ കയ്യിൽ ഒരു ഞാനും നിന്റെ പേസ്റ്റ് ഉണ്ടായിട്ട് പേസ്റ്റ് വരെ എടുത്ത് കളഞ്ഞു. എടാ ഇല്ലടാ, അതൊന്നും ഞാൻ ഇട്ടില്ല. റൈറ്റ് ഓർ ലെഫ്റ്റ്? യോ ഇത് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. യാ ഓക്കെ. യോ അല്ല ഇതെന്താ ഇത് 4-5 ആയാലും ഇതിപ്പോ കൊറേ ആയല്ല. തീർന്ന് എന്താ കൈമല് ഉറ്റിയല്ല. കൈമേൽ എന്തിട്ടാ? എന്തോ ഒരു പൊടി. ആ ഇത് സാധനം എനിക്ക് കിട്ടി. ഓക്കെ എന്താ വെള്ളം ഉണ്ടോ? തോ അമ്പലപ്പുഴ എന്ന് കണ്ണനോടു നീ യോ കളിക്കുന്ന കളിയെല്ലാം കാണണ്ട അതുപോലെ കളി പൊളിയാണ് കണ്ണനോടു നീ എന്തു പരിഭവം എന്നിനോടു നീ എന്ന് പുഴ കണ്ണനോടു നീ എന്ത് പരിഭവം എന്തു നേരം. ഓക്കെ പിന്നല്ല എന്തൊക്കെയുണ്ട് സാധനം റെഡിയാണോങ്കിൽ കുടിക്കാമല്ലോ മോനെ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് എത്തിയോ അടിച്ചിട്ട് പൊളിക്കാമല്ലോ. ഓക്കെ സെറ്റായാ? പിന്നെ സെറ്റായാ? സെറ്റായാ? ഓക്കേ. ഇതെന്താ ഇതെടുക്കടാ? പിസ്താ ഷേക്ക്. പച്ച കളറിലുണ്ടല്ലോ. പെട്ടെന്ന് കുടിക്കണം. ആദ്യം കുടിക്കണം. പച്ച വരാനെന്താ? മുനുവിന്റെ അലമേരിന്ന് പിസ്ത. ചെറുനാരങ്ങ പിസ്തട്ടാ പൊളി തന്നെ. ഓക്കെ നീ നിന്റെ മൊത്തം കുടിച്ചില്ല നീ? പിന്നെ പക്ഷെ ഞാൻ നിന്നെ പോലെ ഒരു ഊമ്പിയ ഒരുത്തനല്ല. എന്താ എടാ പിസ്തയല്ലേ? അപ്പൊ ഗൈസ് പിസ്താ ഷേക്ക് കൊടുത്തിട്ടുണ്ട്. പിസ്ത ഡി ജമാനിയോ പിസ്ത. കുഴപ്പമില്ല. പിസ്തയിൽ ഇത്തിരി ഉപ്പിട്ടതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല മോനെ. ഉപ്പ് പിസ്തയാണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാൾട്ടി പിസ്തയാണ്. സാൾട്ടി പിസ്ത. അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ കുടിക്കാൻ പാടില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. കുടിക്കാൻ പറ്റുന്ന നല്ല ദ്രവ്യങ്ങൾ, നല്ല ഭക്ഷണ വസ്തുക്കൾ മാത്രം തന്നെയാണ് അതിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. തെറ്റ് സാധനം. മൈസൂർ പാവ് തെറ്റുള്ള സാധനമാണോ? പിന്നെന്താ ഉപ്പ് തെറ്റുള്ള സാധനമാണോ? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു കാര്യവുമില്ല. ഊമ്പിയ പരിപാടി എടുക്കരുത് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ നിന്നൊന്നും ചെയ്യൂല. പക്ഷെ നീ ഊമ്പിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം തിന്നാൻ പറ്റും. എടാ ഇവന്റെ അല്ല നിക്ക് എടാ ഇത് മറ്റേ ചെറുതാക്കൂലേ? ഒരു മിനിറ്റ് സ്ക്രീൻ ചെറുതാക്കുക. അല്ല ഇതിലിട്ടവർ കാണാൻ പറ്റുമോ? എന്നോട് പീനിട്ട് ബട്ടർ റൂൾസ് എല്ലാവർക്കും ഒരേപോലെ. അത് നീ വലുതാണെങ്കിലും ഞാൻ ചെറുതാണെങ്കിലും എല്ലാം ഒരേപോലെ. പക്ഷെ നീ വേറെ പ്രശ്നമുണ്ട്. നീ മറ്റേ ജീരകത്തിൽ നീ എന്നെ അടിച്ചില്ലേ? മാറ്റിയോ? ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ഓക്കെ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, റാംബോ ഇല്ലെന്നാ, അത് കുഴപ്പമൊന്നുമില്ല. റാംബോന്റെ മുത്ത. ഓക്കെ, റാംബോ ഇല്ലെങ്കിൽ ജാസി ഇല്ല, ജാസി ഇല്ലെങ്കിൽ റാംബോ ഇല്ല. നമ്മളങ്ങനെ ഒന്നിച്ച് ചേർന്ന് വളർന്ന ആൾക്കാരാണ്.